വെൽക്കം ബാക്ക്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് രാവിലെയിലേക്ക്. നമ്മുടെ വാർത്താ ദിനം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെ സജീവമായ വാർത്താ ദിനം തന്നെയാണ് ഇന്നും. പതിവ് പോലെ നമ്മൾ സൂചിപ്പിച്ചു തുടക്കത്തിൽ തന്നെ. ഇന്ന് UAE ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. അതേസമയം കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ. പക്ഷേ ഇന്നും നാളെയും സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി നൽകിയിട്ടുണ്ട്. ഈ അവധിയെ ചൊല്ലി വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെയും ഇപ്പോൾ രാഷ്ട്രീയമായി കൂടി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നിലമ്പൂരിലും ഇത് തന്നെയാണ് ചർച്ചാ വിഷയം. നമുക്ക് വിശദമായി നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ദേശീയപാതയ്ക്കായി എടുത്ത കുഴി യുവാവിന്റെ ജീവനെടുത്തു. എരുവ സ്വദേശി ആരോമലിന്റെ ദാരുണാന്ത്യം ഇന്നലെ രാത്രി. അപകടം: ആരോമൽ സഞ്ചരിച്ച ബൈക്ക് റോഡിനായി എടുത്ത കുഴിയിൽ വീണ്. നിലമ്പൂരിൽ ചിത്രം തെളിഞ്ഞു. ഇനി വോട്ടുറപ്പിക്കാനുള്ള പ്രചാരണം കടുക്കും. ഇന്നത്തെ ബക്രീദ് വിവാദം ചർച്ചയാക്കാൻ കോൺഗ്രസും മുസ്ലിം ലീഗും. ദേശീയപാതയിലൂടെ വോട്ട് പെട്ടിയിലാക്കാൻ ഇടത് തന്ത്രം. KC വേണുഗോപാലിനെതിരായ മന്ത്രി റിയാസിന്റെ കാലൻ പ്രയോഗത്തിൽ UDF ക്യാമ്പിന് കടുത്ത അതൃപ്തി. ഭാരതാംബയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന് ഗവർണർ. അംഗീകരിക്കില്ലെന്ന് സർക്കാരും. സർക്കാർ ഗവർണർ പോര് പെട്ടെന്ന് അവസാനിക്കില്ല. ഇപ്പോഴത്തെ വിവാദം ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേതിൽ നിന്ന് വ്യത്യസ്തം. തെരുവിൽ തമ്മിലടിയിലെത്തിയ കുർബാന തർക്കം തീർക്കാൻ ഇന്നും ശ്രമം തുടരും. ഇന്നലെ വൈകിട്ടത്തെ ചർച്ചയും അവസാനിച്ചത് സംഘർഷത്തിൽ. അടുത്ത മാസം 3-നകം പരിഹാരം കാണാമെന്ന് വൈദിക സമിതി. പ്രാർത്ഥനയുടെ നിറവിൽ അറഫ സംഗമം. ജംറയിൽ കല്ലേറ് കർമ്മം നിർവഹിക്കാൻ വിശ്വാസികൾ മിനായിൽ. ഗൾഫിൽ ഇന്ന് ബലിപ്പെരുന്നാൾ. കേരളത്തിൽ നാളെ. കേരളത്തിന്റെ തെക്കൻ തീരം ഗുരുതര പാരിസ്ഥിതിക ഭീഷണിയിൽ. മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് വൻതോതിൽ അടിഞ്ഞു. മാലിന്യ നീക്കത്തിന് സംസ്ഥാനത്തിന് ചെലവാവുക വൻ തുക. സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം കപ്പൽ കമ്പനിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ. ദുരന്തമായ IPL വിജയാഘോഷത്തിൽ റോയൽ ചലഞ്ചേഴ്സ്. കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ പ്രതിനിധികളുടെ അറസ്റ്റ് ഉടൻ. കമ്മീഷണറെയും DCP ACPമാരെയും സസ്പെൻഡ് ചെയ്ത സർക്കാർ. ജുഡീഷ്യൽ അന്വേഷണവും പ്രഖ്യാപിച്ചു. അമേരിക്കയിൽ പ്രസിഡന്റ് ട്രംപും മസ്കും തമ്മിലുള്ള പോര് രൂക്ഷമാകുന്നു. മസ്കിന്റെ കമ്പനികൾക്കുള്ള ആനുകൂല്യങ്ങൾ നിർത്തലാക്കാൻ തീരുമാനം. വൈറ്റ് ഹൌസ് വിടാനും നിർദ്ദേശം. ട്രംപിനെതിരെ ലൈംഗികാരോപണവുമായി മസ്കിന്റെ തിരിച്ചടി. ഇന്ന് രാവിലെ നമ്മളെ തേടിയെത്തിയ അതീവ ദുഃഖകരമായ വാർത്തയിലേക്കാണ് ആദ്യം കടക്കുന്നത്. കായംകുളത്ത് ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് യുവാവ് മരിച്ചു. എരുവ നിറയിൽ മുക്ക് സ്വദേശി ആരോമലാണ് മരിച്ചത്. KPSC ജംഗ്ഷന് സമീപം വ്യാഴാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. ആരോമൽ സഞ്ചരിച്ചിരുന്ന ബൈക്ക് കുഴിയിലേക്ക് മറിയുകയായിരുന്നു. ശരണ്യ സ്നേഹജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, ഗുരുതരമായ അനാസ്ഥയുടെ ഒരു ഇരയായി മാറിയിരിക്കുകയാണ് ആരോമൽ കൂടി. ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുന്നു ദേശീയപാതയിൽ. മറ്റു വിവരങ്ങൾ. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പലയിടങ്ങളിലും സൈൻ ബോർഡുകൾ അടക്കം സ്ഥാപിക്കുന്നില്ല എന്നുള്ള പരാതി നിലനിൽക്കുകയാണ്, വ്യാപകമായി നിലനിൽക്കുകയാണ്. ഇന്നലെ രാത്രി ആലപ്പുഴ കായംകുളത്ത് ഒരു ജീവൻ പൊലിഞ്ഞത് KPSC ജംഗ്ഷന് സമീപം ഉണ്ടായിരുന്ന ഓടയിൽ, അതായത് ദേശീയപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ ഓടയിലാണ് ഇന്നലെ രാത്രി 10 മണിയോടുകൂടി യുവാവ് വീണത്. ഈ ഓട വെള്ളം നിറഞ്ഞ ഒരു അവസ്ഥ കൂടിയായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച എരുവ സ്വദേശി ആരോമലാണ് ഈ ഓടയിലേക്ക് ബൈക്കുമായി വീഴുന്നത്. തുടർന്ന് ആ സമയത്ത് തന്നെ രാത്രി 10 മണിയോടെയാണ് അപകടം നടന്നത്. ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. കാരണം ആരോമലിനൊപ്പം മറ്റൊരു ആൾ കൂടി ആ വാഹനത്തിൽ സഞ്ചരിച്ചിരുന്നു. തുടർന്ന് ആളുകൾ ആരോമലിനെ വെള്ളത്തിൽ നിന്നെടുത്തു. ആ വാഹനം പൂർണ്ണമായി വെള്ളത്തിൽ താഴ്ന്നു പോയ സാഹചര്യമാണ്. അതിന്റെ സീറ്റ് മാത്രമായിരുന്നു പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഇരുചക്ര വാഹനത്തിന് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഉള്ള ആ അവസ്ഥയിൽ നിന്നാണ് വാഹനത്തിൽ പുറത്തേക്ക് എടുക്കുന്നത്. ഈ ഒരു ഓട നിർമ്മിച്ച ഭാഗത്ത് യാതൊരുവിധ സൈൻ ബോർഡുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്.
ഇത്തരത്തിലൊരു അപകട സൂചന കാണിക്കുന്ന സൈൻ ബോർഡുകൾ ഉണ്ടായിരുന്നില്ല. ഒപ്പം ഇത് വെള്ളം നിറഞ്ഞ അവസ്ഥയും കൂടിയായിരുന്നു. വീണ സമയത്ത് തന്നെ ഗുരുതരമായ പരിക്കാണ് ഏറ്റത്. തുടർന്ന് നാട്ടുകാർ ഓടയിൽ നിന്നെടുത്ത് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്കാണ് തോട്ടപ്പള്ളിയുടെ മരണം സ്ഥിരീകരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടു എന്നുള്ള വിവരം പറയുകയായിരുന്നു. 27 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന്റെ ജീവനാണ് പൊലിഞ്ഞത്. ഈ സംഭവം നടക്കുന്നതിന് KPSC ജംഗ്ഷന് സമീപം തന്നെ ഈ ആരോമൽ മരണപ്പെടുന്നതിന് മുമ്പ് മറ്റൊരു ബൈക്കും അപകടത്തിൽപ്പെട്ടിരുന്നു. അത്തരത്തിൽ അതിനുശേഷം മണിക്കൂറുകളുടെ വ്യത്യാസത്തിലാണ് ഈ ചെറുപ്പക്കാർ ഈ റോഡിൽ ഉള്ള ഈ കാണയിലേക്ക് വീഴുകയും അതിലൊരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിഷേധമാണ് ആളുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കാരണം ഇത്തരത്തിലൊരു നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ട സൂചനകൾ പോലും സ്ഥാപിക്കാത്തത് മരണക്കെണിയായി മാറ്റുന്ന സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളുടെ തുടർച്ച ഉണ്ടാകുന്ന സാഹചര്യം വലിയ പ്രതിഷേധം ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അരൂർ അടക്കമുള്ള മേഖലകളിൽ ഈ നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിൽ അപകടത്തിൽപ്പെട്ടും ഇത്തരത്തിലുള്ള അനാസ്ഥ മൂലവും മരണപ്പെട്ടവരുടെ എണ്ണം 5ഓളമാണ്. അങ്ങനൊരു സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കായംകുളത്ത് 1 മണിക്കൂറിന്റെ വ്യത്യാസത്തിൽ തുടർച്ചയായി 2 അപകടങ്ങൾ ഉണ്ടാവുകയും അതിലൊരു ചെറുപ്പക്കാരൻ മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഇത് വലിയ പ്രതിഷേധമാണ് ആളുകളിൽ ഉണ്ടാക്കുന്നത്. തീർച്ചയായും ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. ദേശീയപാതയിൽ ഉണ്ടായ കുഴിയിൽ വീണാണ് ഇപ്പോൾ കായംകുളത്ത് ഒരു യുവാവ് കഴിഞ്ഞ ദിവസം രാത്രിയോടെ അപകടത്തിൽപ്പെട്ട് മരിച്ചത്. നിലമ്പൂരിലേക്കാണ് ഇനി പോകുന്നത്. പോര് മുറുകുന്നു നിലമ്പൂരിൽ. ദേശീയപാത വിഷയം തെരഞ്ഞെടുപ്പ് ചർച്ചയാക്കാൻ ഇടതു മുന്നണി. ഇതിന്റെ ഭാഗമായാണ് ദേശീയപാത നിർമ്മാണത്തിന് കാലനാണ് KC വേണുഗോപാൽ എന്ന മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ആരോപണം. UDF കാലത്ത് മരവിച്ച ദേശീയപാത നിർമ്മാണം ഇടതു മുന്നണി സർക്കാരിന്റെ ഇച്ഛാശക്തി കൊണ്ടാണ് സാധ്യമായതെന്ന വാദമാണ് ഇടതു മുന്നണി മുന്നോട്ട് വെക്കുന്നത്. CV അനുമോദാണ് രാവിലെ നമുക്കൊപ്പം ചേരുന്നത് നിലമ്പൂരിൽ നിന്ന്. അനുമോദ്, വെരി ഗുഡ് മോർണിംഗ്. ഇനി അംഗചിത്രം തെളിഞ്ഞ സാഹചര്യത്തിൽ പ്രചാരണം അത്രത്തോളം കൊഴുപ്പിക്കേണ്ട സമയമാണ്. അതിന് എല്ലാവിധ ആയുധങ്ങളും ആവനാഴിയിൽ നിന്ന് ഇരു മുന്നണികളും അൻവറും ഒക്കെയും എടുക്കും. ഇനിയുള്ള ദിവസങ്ങളിൽ അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ദേശീയപാത നിർമ്മാണ വികസനം അതൊരു പ്രധാന വിഷയമാക്കി, പ്രചാരണ വിഷയമാക്കി മാറ്റുകയാണ് ഇടതുപക്ഷം. പക്ഷെ നമുക്കറിയാം കേരളത്തിൽ, സംസ്ഥാനത്ത് ഇപ്പോൾ ദേശീയപാത നിർമ്മാണത്തിന്റെ അവസ്ഥ, റോഡുകൾ, നിർമ്മിച്ച റോഡുകളുടെ അവസ്ഥയൊക്കെ ഏത് തരത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അത് മറുവാദമായി UDFന് ഉയർത്താൻ പറ്റുമെന്നുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ പോലും UDF കാലത്ത് നിലച്ചുപോയ വികസന പദ്ധതിയാണ് ഇപ്പോൾ LDF സർക്കാർ എടുത്തുയർത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന വലിയ വാദം മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ KC വേണുഗോപാലിനെതിരെ ഒരു കാലൻ പ്രയോഗവുമായി മന്ത്രി മുഹമ്മദ് റിയാസ് വന്നിരിക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണ വികസനത്തിന് അദ്ദേഹം ഒരു കാലനായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണം അത് വലിയ തോതിൽ വിവാദമാക്കാനായിരിക്കും ഇനി UDF ക്യാമ്പ് സ്വാഭാവികമായും ശ്രമിക്കുക. എന്തായാലും വലിയ വിവാദം ഈ വിഷയത്തിൽ കൊഴുക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതിനു മുമ്പായിട്ട്, അനുമോദിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ഒരു പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പിണറായി വിജയൻ KC വേണുഗോപാലിനെ അനാവശ്യമായി ഭയപ്പെടുത്തുന്നുവെന്ന് AP അനിൽകുമാർ. ദേശീയപാത പാവപ്പെട്ടവരുടെ കാലനായി മാറരുത് എന്ന് കരുതുന്നത് കൊണ്ടാണ് വേണുഗോപാൽ അക്കാര്യങ്ങൾ പറഞ്ഞത്. സർവജ്ഞ പീഠം കയറിയ ആളാണെന്ന് റിയാസ് സ്വയം കരുതുന്നുവെന്നും അനിൽകുമാർ പറഞ്ഞു. ആദ്യം പ്രതികരണം കേൾക്കാം. ദേശീയപാതയുടെ കാലനായി KC വേണുഗോപാൽ മാറുന്നു എന്നാണ് പറഞ്ഞത്. ദേശീയപാത പാവപ്പെട്ട യാത്രക്കാരുടെ, ജനങ്ങളുടെ കാലനായി മാറരുത് എന്നുള്ള ഒരു പൊതുപ്രവർത്തകന്റെ താല്പര്യമെടുത്താണ് അദ്ദേഹം ഇത്രയും ഇടപെടൽ നടത്തിയത്. PSC ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്തു. മുഹമ്മദ് റിയാസ് ധരിച്ചു വെച്ചിരിക്കുന്നത് അദ്ദേഹം സർവജ്ഞ പീഠം കയറിയ ആള് എന്നാണ്. PSC എന്ന് പറയുന്നത് അത് നിയമസഭയിലായാലും പാർലമെന്റിലായാലും എന്താണ് അതിൻ്റെ ഉത്തരവാദിത്വം, അത് എത്രമാത്രം പ്രസക്തി ഉള്ളതാണ് എന്നൊന്നും മനസ്സിലാക്കാനുള്ള ചെറിയ ശ്രമം മുഹമ്മദ് റിയാസ് നടത്തിയിരുന്നെങ്കിൽ ഇത്തരമൊരു പ്രസ്താവന അദ്ദേഹം നടത്തുമായിരുന്നില്ല. CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, നേരത്തെ ചോദിച്ച് നിർത്തിയെടുത്ത് നിന്ന് തന്നെ തുടങ്ങാം. ഈ കാലൻ പ്രയോഗം എത്രത്തോളം ഇന്നത്തെ അടക്കം പ്രചാരണ വേദിയിൽ സജീവമായി നിൽക്കും, എത്രത്തോളം രൂക്ഷമാകും? 100%
ആര്യ, ഓരോ ദിവസവും ഓരോ വിഷയങ്ങളാണ് നിലമ്പൂരിൽ പ്രചരണത്തിൽ സജീവമായിട്ട് എടുക്കുന്നത്. ദേശീയപാതയിലെ വിവാദം അത് പ്രചരണ രംഗത്തെ ഇന്ന് ചൂടുപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്. ഏറ്റവും പ്രധാനമായിട്ട് KC വേണുഗോപാലിനെതിരെ റിയാസ് നടത്തിയ പരാമർശം, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ നീക്കങ്ങൾ, അതായത് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു സാഹചര്യമുണ്ടായി, കേരളത്തിലെ ദേശീയപാത വികസനം പൂർണ്ണമായും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു, സ്ഥലമെടുപ്പായിരുന്നു അതിൻ്റെ പ്രധാന പ്രശ്നം. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ ഈ സ്ഥലമെടുക്കാൻ കാണിച്ച ഇച്ഛാശക്തി, അതിനെടുത്ത നടപടികൾ, ഇതാണ് ഈ വികസനത്തിന് വഴിമരുന്നിട്ടത്, തുടക്കമിട്ടത് എന്ന അവകാശവാദം ഇടതുപക്ഷം ഉന്നയിക്കും. ഒപ്പം തന്നെ ഈ നിർമ്മാണത്തിൻ്റെ അതിൻ്റെ കോർഡിനേഷൻ പൂർത്തിയാക്കാൻ മാത്രമാണ് ഈ ഇടതുപക്ഷ സർക്കാർ ശ്രമിച്ചത്. അതായത് നിർമ്മാണത്തിൻ്റെ ക്രെഡിറ്റ് എടുക്കുകയല്ല, നിർമ്മാണത്തിന് സാഹചര്യമൊരുക്കുകയും അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ ഒരുക്കുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. മറ്റ് നിർമ്മാണത്തിലെ അപാകതകൾ അത് ദേശീയപാത അതോറിറ്റി നേരിട്ട് നടത്തുന്നതാണ്. അതിൽ ഒരു തരത്തിലും ആ വിഷയത്തിലേക്ക് ഇടതുപക്ഷം കടക്കുകയുമില്ല. അപ്പോൾ KC വേണുഗോപാലിൻ്റെ ഈ ഒരു പരാമർശത്തെ വലിയ തോതിൽ തന്നെ ഇടതുപക്ഷം വിമർശിക്കുമ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് UDFിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണം ഉണ്ടാവുക. ഇന്നലെ ഈ വിഷയത്തിൽ ഈ വിവാദമുണ്ടായപ്പോൾ തന്നെ UDF നേതാക്കൾ അത് പല വേദികളിലും ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. AP അനിൽകുമാറിൻ്റെ പ്രതികരണവും ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ദിവസത്തെ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും അധികം ചർച്ചയാവുകയും ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന വിഷയങ്ങളൊന്നായിട്ട് ദേശീയപാത വികസനം മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇന്ന് ഏതെല്ലാം വേദികളിൽ എങ്ങനെയെല്ലാം ആകും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത്. നേരത്തെ തന്നെ കുരിയാട് ദേശീയപാത ഇടിഞ്ഞ് വലിയ തോതിൽ തന്നെ വിവാദമായപ്പോൾ അന്ന് സംസ്ഥാന സർക്കാർ എടുത്ത നിലപാട് അത് വലിയ തോതിൽ തന്നെ UDFും പ്രചരണമയമാക്കുന്നുണ്ട്. ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നവർ ഇതിൻ്റെ പഴി കൂടി ഏറ്റെടുക്കണമെന്ന് പറയുന്ന നിലപാടിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിമർശനമായിരുന്നു UDFിൻ്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ദേശീയപാതയിൽ പല ഭാഗങ്ങളിലായി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ LDFിനെതിരെ അത് ആയുധമാക്കുവാൻ കൂടി UDF മുതിരുമെന്നും ഉറപ്പാണ്. ഇങ്ങനെയാണ് ഈ വിഷയത്തിൽ വികസന രാഷ്ട്രീയം എന്നതിനപ്പുറം, വികസനത്തിനപ്പുറം ഇത്തരത്തിലുള്ള വികസനത്തിൻ്റെ കൂടെ ഉണ്ടാകുന്ന വിവാദങ്ങളും ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ വലിയ ചർച്ചയാകും. പ്രത്യേകിച്ച് പെരുന്നാളിന് ശേഷം പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും ഇരുമുന്നണികളുടെയും നിലമ്പൂർ കേന്ദ്രീകരിച്ച പ്രവർത്തനം തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓരോ ഈ വികസനത്തിൻ്റെ ഭാഗമായിട്ട് അവർ നടത്തിയ നേട്ടങ്ങൾ, വികസനത്തിൻ്റെ മറ്റ് കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നതോടൊപ്പം ചില വിഷയങ്ങളിൽ പ്രതിരോധം തീർക്കുവാൻ കൂടി അവർ തയ്യാറാവും. സ്വാഭാവികമായിട്ടും മറ്റ് വിവാദങ്ങളിലേക്ക്, ഒരുപക്ഷേ മലപ്പുറത്തിനെ കുറിച്ചുള്ള വിവാദങ്ങളൊക്കെ ഇടതുപക്ഷം ഇനി ഉന്നയിക്കുകയില്ല എന്ന് തന്നെ വേണം കരുതുവാൻ. കാരണം ഏതെങ്കിലും തരത്തിൽ തിരിച്ചടി ഉണ്ടാകാൻ അല്ലെങ്കിൽ വിമർശനം ശക്തമാകാൻ ഉയരുന്ന സാഹചര്യത്തിൽ ആ തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കി വികസന നേട്ടങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള പ്രചാരണങ്ങൾ സജീവമാക്കുകയാണ് LDFിൻ്റെ നീക്കം. എന്നാൽ അതേ നാണയത്തിൽ തിരിച്ചടിച്ച് രാഷ്ട്രീയമായിട്ട് എല്ലാ വിഷയങ്ങളും പ്രതിരോധിക്കാനാണ് UDFിൻ്റെയും നീക്കം. തീർച്ചയായും CV അനുമോദാണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. എന്തായാലും ദേശീയപാത വിഷയം തന്നെ നിലമ്പൂരിൽ സജീവ ചർച്ചയായി മാറുകയാണ്. ദേശീയപാത വിഷയത്തിൽ UDF നടത്തുന്ന എല്ലാ പ്രചാരണങ്ങളും സർക്കാർ നടത്തിയ ഇടപെടലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നതാണെന്ന് രാജ്യസഭാ MP A റഹീം. ദേശീയപാത വികസനത്തിനായി ഭൂമി ഏറ്റെടുത്ത് നൽകി, ദേശീയപാത നിർമ്മാണത്തിന് കോർഡിനേഷൻ നിർവഹിച്ചു എന്നതിനപ്പുറം മറ്റൊന്നും സർക്കാർ ഏറ്റെടുക്കുന്നില്ല. കേരളത്തിൽ UDFും കേന്ദ്രത്തിൽ കോൺഗ്രസും ഭരിക്കുമ്പോൾ ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ വിമർശനവുമായി ഇറങ്ങിയിട്ടുള്ളതെന്നും റഹീം പറഞ്ഞു. നിലമ്പൂരിൽ M സ്വരാജിന്റെ വിജയം ഉറപ്പാണെന്നും PV അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് UDFിനാണ് ആശങ്ക എന്നും A റഹീം പറഞ്ഞു. നിലമ്പൂരിൽ സ്വരാജിൻ്റെ ജയമുറപ്പിക്കാൻ എല്ലാവരും കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷത്തിൽ. നമ്മോടൊപ്പം ചേരുന്നത് MP A റഹീമാണ്. എങ്ങനെയുണ്ട് നിലമ്പൂരിലൊരു ആദ്യഘട്ട വിലയിരുത്തൽ? നിലമ്പൂരിൽ സ്വരാജിന് ലഭിച്ച സ്വീകാര്യത, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യത വളരെ പ്രകടമാണ്. സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്തിന് മുമ്പും സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിന് ശേഷവും കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഞങ്ങൾക്ക് ഒരുപാട് അഡ്വാൻസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ പ്രധാനമായി എനിക്ക് തോന്നിയൊരു പ്രത്യേകത, സ്വരാജിൻ്റെ പഴയകാല സുഹൃത്തുക്കൾ, സ്വരാജിനൊപ്പം പഠിച്ചവർ, അങ്ങനെയൊക്കെയുള്ളൊരു വലിയ സുഹൃത്ത് വലയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ദൈനംദിന പ്രവർത്തനം നടത്തുന്ന സഖാക്കൾക്ക് പുറത്തുള്ളവരാണ്. ഞങ്ങളുടെ സഖാക്കൾ സജീവമായത് മാത്രമല്ല, ഇവർ കൂടി ഈ പ്രവർത്തനങ്ങളിൽ ഭാഗമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വിചാരിച്ചതിനേക്കാൾ കൂടുതൽ ഭംഗിയായി ബൂത്തുകൾ ചലിക്കുന്നു. ബൂത്തുകളിലാണല്ലോ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ. തീർച്ചയായും നല്ല നിലയിലാണ് ബൂത്ത് പ്രവർത്തനങ്ങൾ. ഞാൻ ഇന്നലേക്ക് കുറേ ബൂത്ത് യോഗങ്ങളിൽ പങ്കെടുത്തു.
എല്ലാ ബൂത്ത് യോഗങ്ങളിലും നല്ല ആൾക്കൂട്ടമാണ്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും അതിലേക്ക് വരുന്നുണ്ട്. സ്ത്രീകളുടെ പങ്കാളിത്തം കൂടുതലാണ്. വളരെ പോസിറ്റീവാണ്. സ്വരാജിന്റെ സ്ലീപ്പിംഗ് സെൽസ് ഉണർന്നു എന്ന് പറയാല്ലേ? തീർച്ചയായും. അല്ല, ഇതിനകത്ത് സഖാവ് കുഞ്ഞാലിക്ക് ശേഷം അരിവാൾ ചുറ്റിക നക്ഷത്രം ഇതിനിടയിൽ വേറെ വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞത് ഇതൊരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വന്നിരിക്കുന്നു. സഖാവ് എം സ്വരാജ് എന്നത് ഒരു സ്റ്റേറ്റ് ലീഡറാണ്. ഒരു സ്റ്റേറ്റ് ലീഡർ നിലമ്പൂരിൽ മത്സരിക്കുകയാണ്, അതും അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ. ഞങ്ങൾക്കതിൽ കൂടുതൽ എന്താണ് ഈ നിലമ്പൂരിലെ LDF പ്രവർത്തകർക്ക്, സഖാക്കൾക്ക് വേണ്ടത്? അവർ കാത്തിരുന്നൊരു കാര്യമാണ്. അതിനെ അവർ ഒബ്സർവ് ചെയ്തു. അവർ വളരെയധികം മുൻപോട്ട് പോയിരിക്കുന്നു. ഇതാണ് കാണുന്നത്. പിന്നെ ഗവൺമെൻറ്റിൻ്റെ വികസനം പറഞ്ഞുകൊണ്ടാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഞങ്ങളെല്ലാവരും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നേരിടുന്നത്. ഞങ്ങൾക്ക് ജനങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരവസരമായിട്ടാണ് കാണുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ പല വിഷയങ്ങളും ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അവസാനമായിട്ട് ദേശീയപാതയിലെ തകർച്ചയും മറ്റുമാണ് ഇപ്പോൾ UDF വലിയ പ്രചരണായുധമാക്കുന്നത്. 2025 ഇത് പൂർത്തീകരിക്കുമെന്ന് നേരത്തെ തന്നെ കേന്ദ്രം വ്യക്തമാക്കിയതാണ്. മന്ത്രി റിയാസും അത് വ്യക്തമാക്കിയതാണ്. പക്ഷേ ഈ ദേശീയപാതയിലെ പ്രശ്നങ്ങൾ നിലമ്പൂരിൽ എങ്ങനെയെങ്കിലും പ്രതിഫലിക്കും? അത് ദേശീയപാത വിഷയം ചർച്ചയാകുന്നത് ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ കേരളത്തിലെ ദേശീയപാത വികസനത്തിന് വേണ്ടി ഒരു അണാ പൈസയുടെ സംഭാവന ചെയ്യാത്ത വിഭാഗത്തിൻ്റെ പേരാണ് കോൺഗ്രസ്. ഒന്നും ചെയ്തിട്ടില്ല അവർ. ഇപ്പോൾ KC വേണുഗോപാലാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആളായി രംഗത്ത് വന്നിരിക്കുന്നത്. KC വേണുഗോപാലിന് ഡൽഹി രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിലുള്ള സ്വാധീനം നല്ലതാണല്ലോ. എന്ത് ചെയ്തു അദ്ദേഹം? 1ാം UPA 2ാം UPA 2 ഗവൺമെൻറ് കാലത്ത് KC വേണുഗോപാൽ ഇവിടുത്തെ ഒരു സൂപ്പർ പവർ ഒരാളായിരുന്നല്ലോ. എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച്? കേരളത്തിലെ പാർട്ടി പിടിക്കാൻ, കോൺഗ്രസ് പാർട്ടി പിടിക്കാനും എതിരാളികളെ ഒതുക്കാനും തൻ്റേതായ സിൽബന്ധികൾ ഉണ്ടാക്കാനും അദ്ദേഹം ആ പദവി ഉപയോഗിച്ചതൊഴിച്ചാൽ അന്നത്തെ കുരുക്കഴിക്കാൻ, കേരളത്തിൻ്റെ വികസനത്തിന് പ്രധാനപ്പെട്ട ദേശീയപാത വികസനത്തിൻ്റെ കുരുക്കഴിക്കാൻ വേണ്ടി കേന്ദ്രത്തിലെ അദ്ദേഹത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ആ 2 ഗവൺമെൻറ്റുകളുടെ കാലത്ത്, ആ സമയത്ത് കേരളത്തിൽ കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്നു എന്ന് ഓർമ്മ വേണം. ഈ കാലയളവുകളിൽ വന്നു പോകുന്നുണ്ട്. എന്ത് ചെയ്തു? അദ്ദേഹത്തിനൊന്ന് വ്യക്തമാക്കാമോ? അദ്ദേഹം ചെയ്ത 1 രൂപയുടെ സംഭാവന ഇപ്പോഴെന്താണ് അദ്ദേഹത്തിന് ആദ്യം പിടിച്ചിരിക്കുന്നത്? ഇവിടെ ദേശീയപാതയുടെ പൂർത്തീകരണമാകാൻ പോകുന്നു. അത് 2026 തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും അതൊരു ചർച്ചാ വിഷയമായി മാറും. അത് UDFന് തിരിച്ചടി ഉണ്ടാക്കും. അതുകൊണ്ട് ആദ്യം പിടിച്ചിട്ട് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹത്തെ വിമർശിച്ചാൽ ഉടനെ തന്നെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച്, അദ്ദേഹത്തെ വിമർശിച്ചാൽ നേതാക്കൾ, കോൺഗ്രസിൻ്റെ പുതിയ നേതാക്കൾ എല്ലാവരും കൂടി വന്ന് വാർത്താ സമ്മേളനം. എന്താ അതിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്? KCയെ തൃപ്തിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ KC ആണല്ലോ ഇപ്പോൾ സൂപ്പർ പവർ. അപ്പോൾ സൂപ്പർ പവറിനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു അനുചര സംഘമായി കേരളത്തിലെ കോൺഗ്രസ് മാറി. ഇവിടെ യഥാർത്ഥത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത് എന്താണ്? ഇവിടെ ഞങ്ങൾ മത്സരിക്കുന്നത് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാവുന്നതുപോലെ നിലമ്പൂർ ബൈ ഇലക്ഷൻ LDF വേഴ്സസ് UDF ഇവിടെ മത്സരം നടക്കുകയാണ്. ആ മത്സരത്തിൽ കോൺഗ്രസിനുള്ളിൽ നടക്കുന്ന മത്സരം എന്താണ്? കോൺഗ്രസിലെ നേതാവ് ആരാണ് എന്നുള്ള മത്സരമാണ് കോൺഗ്രസിനുള്ളിൽ നടക്കുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് മത്സരം കൂടിയാണ് നിലമ്പൂർ സാക്ഷ്യം വഹിക്കുന്നത്. വികസനം മുൻനിർത്തി തന്നെ പ്രചരണം നടത്തുമെന്നും സ്വരാജിനെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കാൻ കഴിയുമെന്നുമാണ് അദ്ദേഹം ആത്മവിശ്വാസം പങ്കുവയ്ക്കുന്നത്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ബക്രീദിന് നേരത്തെ പ്രഖ്യാപിച്ച ഇന്നത്തെ അവധി ആദ്യം ഒഴിവാക്കിയതും പിന്നീട് സമ്മർദ്ദ ഫലമായ അവധി പുനഃസ്ഥാപിച്ചതും തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയാണ് UDF നിലമ്പൂരിൽ. അവസാന നിമിഷം അവധി ഒഴിവാക്കിയതിനെതിരെ കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. ഇതേ തുടർന്ന് ഇന്നലെ രാത്രി വൈകിയാണ് അവധി പുനഃസ്ഥാപിച്ചത്. CB അനുമോദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനുമോദ്, വിവാദങ്ങൾ അവധിയെടുക്കാത്ത നിലമ്പൂരിൽ ഇന്നത്തെ അവധിയുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം ആദ്യം സർക്കാർ പ്രഖ്യാപിക്കുന്നു, പിന്നീട് മാറ്റുന്നു, പിന്നെ വലിയ വിവാദവും ചർച്ചയും ഒക്കെ ആയപ്പോൾ സമ്മർദ്ദ ഫലമായി വീണ്ടും അവധി നൽകേണ്ട സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ വിഷയം ഏത് തരത്തിൽ ഇന്നത്തെ ദിവസം ചർച്ചയാകും അനുമോദ്? മലബാറിൽ, പ്രത്യേകിച്ച് നിലമ്പൂരിലൊക്കെ പെരുന്നാൾ എന്ന് വെച്ചാൽ വലിയ ആഘോഷത്തിൻ്റെ ഒത്തുചേരലിൻ്റെയൊക്കെ ദിവസങ്ങളാണ്. അപ്പോൾ അത് മുൻനിർത്തി ആണ് പലരും ഈ അവധിയുടെ ദിവസങ്ങളൊക്കെ മുൻനിർത്തിയാണ് അവരെല്ലാ പ്ലാനിങ്ങും. അങ്ങനെ അവസാന നിമിഷത്തിൽ ഗവൺമെൻറ് അവധി മാറ്റിയതോടെ വലിയ പ്രതിസന്ധി ഇവിടെ ഉണ്ടാകുന്നു. അത് ഈ ജനങ്ങളെ, സാധാരണക്കാരെ ബാധിക്കുന്ന ഒരു വിഷയമാവുന്നു എന്ന തരത്തിൽ തന്നെയാണ് ലീഗും കോൺഗ്രസും ഈ വിഷയത്തിൽ സമീപനമെടുത്തത്. സർക്കാർ തീരുമാനം വന്ന ഉടൻ തന്നെ ലീഗിൻ്റെ നേതാക്കളും കോൺഗ്രസ് നേതാക്കളും ഇതിനെതിരെ വിമർശനം ഉയർത്തുകയും പ്രസ്താവനകൾ നടത്തുകയും
തുടർന്ന് ഇപ്പോൾ ഇന്നലെ രാത്രി ഈ ഒരു അവധി ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഈ അവധി നൽകിയതിൻ്റെ അവകാശവാദം അത് സമ്മർദ്ദപ്പെടുത്തി ഞങ്ങൾ നേടിക്കൊടുത്തതാണെന്ന അവകാശവാദമായി UDF രംഗത്തെത്തും. LDF ആണെങ്കിൽ ഇതിന് സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ വിശദീകരിച്ച് എന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി എന്ന കാര്യം പറയാനാണ് സാധ്യത. എന്താണെങ്കിലും ഇതൊരു വിഷയമാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് മലപ്പുറത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഏറെ ഉള്ള ഒരു ജില്ലയിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ ഒരു വിഷയത്തിൽ അവർക്കൊപ്പം നിന്നത് ആരാണ് എന്ന ചോദ്യത്തിന് UDF ഉത്തരം പറയും, അല്ല ഞങ്ങൾക്കിത് അറിയുന്നതാണെന്ന് LDF ഉത്തരം പറയും. അതേസമയം ഇത് BJP ഇത് ഏത് തരത്തിൽ ഉപയോഗിക്കും, മറ്റൊരു മുതലെടുപ്പിൻ്റെ രീതിയിലേക്ക് ഇത് കൊണ്ടുപോകുമോ എന്നുള്ളതൊക്കെയാണ് കണ്ടറിയേണ്ടത്. ഇന്ന് മറ്റൊരു കാര്യം, നേതാക്കളൊന്നും ഈ പെരുന്നാളിൻ്റെ ഒരു മുൻനിർത്തിയ പ്രചാരണത്തിൻ്റെ ക്രമീകരണങ്ങൾ കാരണം നേതാക്കൾ വളരെ കുറച്ച് പേർ മാത്രമാണ് നിലമ്പൂരിൽ നിന്ന് ശേഷിക്കുന്നത്. ഇന്ന് ആരുടെ ഷൗക്കത്തിൻ്റെ പഞ്ചായത്ത് തല പര്യടനവും ഇന്നില്ല. മുൻ നിശ്ചയിച്ച വ്യക്തികളെയൊക്കെ കൂടിക്കാഴ്ചയും ഒക്കെയാണ് ഉണ്ടാവുക. LDFൻ്റെയും NDAയുടെയും പ്രചരണം നടക്കുന്നുണ്ട്. അൻവറാണെങ്കിലും സജീവമായിട്ട് ഇന്ന് പ്രചരണത്തിലുണ്ടാകും. അപ്പോൾ ഈ പെരുന്നാളിൻ്റെ ദിവസം നമുക്ക് എത്രത്തോളം ഈ പ്രതികരണം നമുക്ക് ഇവിടെ നിന്ന് നൽകാനാവുമെന്ന് പറയാനാകില്ല. കാരണം നേതാക്കൾ പലരും ഈ അവധി മുൻനിർത്തി ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോഴാണ് അവധി ഇവിടെ മറ്റൊരു വിവാദമായിട്ട് നിലമ്പൂരിൽ പ്രചരണ വിഷയമാകുന്നത്. ആണെങ്കിലും ഈ ഒരു കാര്യത്തിൽ LDFൻ്റെ വിശദീകരണം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങളും കാരണങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇത് എങ്ങനെ വന്നു എന്നത് പറയാനാകും. UDF ആകട്ടെ ഇത് LDFിൽ സമ്മർദ്ദം ചെലുത്തി, സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുത്ത അവധിയാണെന്ന കാര്യത്തിൽ പ്രചരണം നടത്തുവാനാകും UDFിൻ്റെ ശ്രമം. ഇതിനെ വിമർശിച്ച് NDA എങ്ങനെ രംഗത്തെത്തും, എങ്ങനെയെല്ലാം വിമർശിക്കുമെന്നുള്ളതാണ് വരും മണിക്കൂറിൽ നമുക്ക് കണ്ടറിയേണ്ടത്. തീർച്ചയായും CV അർമോദാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരുപാട് വിഷയങ്ങൾ ചർച്ചയാകുന്ന നിലമ്പൂരിൽ ഓരോ ദിവസവും അവധിയില്ലാത്ത തക്കവണ്ണം വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഈ അവധി പ്രഖ്യാപിച്ചതും തിരുത്തിയതും വീണ്ടും നൽകിയതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം കൂടി അവിടെ ചർച്ചയാകുന്നത്. അതൊരു പ്രചാരണ വിഷയമായി മാറുന്നു എന്നുള്ളത്. PV അൻവറിന്റെ പുതിയ ആവശ്യങ്ങൾ കേൾക്കുമ്പോൾ അൻവറുമായി ചർച്ച നടത്തേണ്ടിയിരുന്നില്ലെന്ന് തോന്നിയതായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഭാവിയിലും അൻവറിനെ മുന്നണിയിൽ എടുക്കാനുള്ള സാധ്യതകൾ കാണുന്നില്ല. പെൻഷൻ കുടിശ്ശിക ഒന്നിച്ച് നൽകുന്നത് കൈക്കൂലിയാണെന്ന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുന്നു. ദേശീയപാത നിർമ്മാണത്തിൽ വൻ അഴിമതിയാണ് നടന്നത്. ഇക്കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ന്യൂസ് 18നോട് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ നമുക്കൊപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയുണ്ട്. റോഡിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞപ്പോൾ വലിയ ആഹ്ലാദമാണ് UDF ക്യാമ്പിനെന്ന് പറയുന്നത്. ഞങ്ങൾ ആഹ്ലാദിക്കുകയാണോ? ജനങ്ങളുടെ ജീവന് വില പറയുന്ന നടപടിയല്ല ഇത്. ഇവിടെ ദേശീയപാത 66 നിർമ്മാണ പ്രവർത്തനങ്ങൾ വന്നിരിക്കുന്ന ഗുരുതരമായ അഴിമതിയല്ലേ? വെങ്ങളം മുതൽ അഴിയൂർ വരെ ഉള്ള ഭാഗത്താണ് ഏറ്റവും വലിയ കുഴപ്പമുണ്ടായത്. അതിൻ്റെ കരാർ ഉറപ്പിച്ചത് അദാനിയുമായിട്ടാണ്. 1838 കോടിക്കാണ്. സബ് കോൺട്രാക്ട് കൊടുത്തപ്പോൾ അത് കുറഞ്ഞ് 971 അദാനിക്ക് അതിൽ നിന്ന് 867 കോടി രൂപ ലാഭം കിട്ടി. ആ 867 കോടി രൂപ കൂടി ഈ റോഡിൽ ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ അപകടം ഉണ്ടാകുമായിരുന്നില്ല. ഒരു റീച്ചിന് 22 റീച്ചുണ്ട്. ഇനി ഇവിടെ കൂരിയാട് മേൽപ്പാലം താഴെ വീണു. ഞങ്ങൾ പറയണ്ടേ? ഇതൊന്നും പറയാനുള്ള ധൈര്യം മുഹമ്മദ് റിയാസിനും മുഖ്യമന്ത്രിക്കും ഡൽഹി പോയപ്പോൾ കിട്ടിയില്ല. സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് പറഞ്ഞ പോലെ ഗഡ്കരിയെ കണ്ടപ്പം അവരൊരു അക്ഷരം പറഞ്ഞില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ ഈ അഴിമതിയെ പിന്തുണയ്ക്കുന്നു ഉള്ളതല്ലേ? അദാനി ഈസ് മൈ പാർട്ട്ണർ എന്നാണ് വാസവൻ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞത്. എന്നിട്ട് അത് ചൂണ്ടിക്കാണിച്ച KC വേണുഗോപാലിനെ കാലൻ എന്ന് വിളിക്കുന്ന ഏറ്റവും അപമാനകരമായ പ്രസ്താവനയാണ് പൊതുമരാമത്ത് മന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. അദ്ദേഹം അതിന് മാപ്പ് ചോദിക്കുകയാണ് വേണ്ടത്. മോഡിയും പിണറായിയും തമ്മിലുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ ഈ അഴിമതികളെ മൂടി വെക്കാമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. ഇത് കൈക്കൂലിപ്പണം എന്ന് പറഞ്ഞതിൽ ഒരു പിശകുണ്ടോ എന്ന് കരുതുന്നു? ഒരു പിശകുമില്ല. കാരണം എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും 4, 5, 6 മാസം പെൻഷൻ കൊടുക്കാതെ അവസാനം എടുത്ത് കൊടുത്തിട്ട് ബോധപൂർവം കുടിശ്ശികയാക്കി അവസാനം എടുത്ത് കൊടുക്കുക. എന്നിട്ട് പിണറായി വിജയൻ വന്നാലേ ഇത് ഇനിയും കിട്ടൂ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. അത് അഴിമതിയല്ലേ? പിന്നെ എന്താണ്? കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 4 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കൊടുത്തു. എന്നിട്ട് പറയാണ് ഞങ്ങളിതാ പെൻഷൻ തരികയാണ്, ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം. ഈ അൻവറിനെ കൈകാര്യം ചെയ്യാൻ ചെറിയ പിഴവ് പറ്റിയെന്ന് കരുതുന്നു. ഞാൻ ചർച്ച ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് തോന്നുന്നു. അൻവറുമായി ചർച്ച ചെയ്തത് തെറ്റായി പോയെന്ന് പിന്നെ അല്ലാണ്ട് ആഭ്യന്തര വകുപ്പോ വേറെ വനംവകുപ്പൊക്കെ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ പോരാട്ടം
UDF-ഉം LDF-ഉം തമ്മിലാണ്. ദേശീയപാത വിഷയം വളരെ കൃത്യമായി ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉയർത്തുന്നതിനുള്ള ഒരു നീക്കവും അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നു. ഇനി വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായി ഈ വിഷയം മണ്ഡലത്തിൽ ഉന്നയിക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ഇനി നമുക്ക് നിലമ്പൂരിലെ സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ രാഷ്ട്രീയക്കാർ മാത്രമല്ല, വളരെ രസകരമായിട്ടുള്ള കുറേ ആളുകളും ഉണ്ടല്ലോ നമ്മുടെ നിലമ്പൂരിൽ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് അപ്രതീക്ഷിതമായി വൈറലായതിന്റെ സന്തോഷത്തിലാണ് ചന്തക്കുന്ന് BA ഹോട്ടൽ ഉടമ ബാബു. UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിന്റെ പിതാവും നിലമ്പൂരിന്റെ മുൻ MLA-യുമായ ആര്യാടൻ മുഹമ്മദിന്റെ ശബ്ദാനുകരണം കോൺഗ്രസ് നേതാവ് VT ബൽറാം പങ്കുവച്ചതോടെയാണ് ബാബു ശ്രദ്ധിക്കപ്പെട്ടത്. നിരവധി പേരാണ് ഈ അനുകരണം കേൾക്കാനായി ഹോട്ടലിൽ എത്തുന്നത്. മുൻ MP രമ്യ ഹരിദാസ് പാട്ടുപാടിയാണ് ബാബുവിനൊപ്പം സന്തോഷം പങ്കുവച്ചത്. ഓ പിന്നല്ലാതെ വളരെ നല്ല ശക്തമായ ഒരു തെരഞ്ഞെടുപ്പാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രമയെ ഞാൻ ആ മഹിളാ സമിത്യത്തിന്റെ ആ സീസണിൽ കണ്ടിട്ടുള്ളൂ. പിന്നെ അങ്ങ് ഇവിടുന്ന് പോയി കാണാതെ ആയി കേട്ടോ. നിലമ്പൂർ ചന്തക്കുന്നിലെ BA ഹോട്ടലിലേക്ക് ഇപ്പോൾ ആളുകളുടെ പ്രവാഹമാണ്. ഇവിടെ ഒന്നും അപ്രതീക്ഷിതമായൊരു താരോദയം ഉണ്ടായിരിക്കുന്നു. അദ്ദേഹം നേരത്തെ തന്നെ വലിയ താരമായിരുന്നു. പക്ഷേ ജീവിത പ്രാരാബ്ദങ്ങളൊക്കെ വന്നപ്പോൾ കലാജീവിതം വെടിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വലിയ സർപ്രൈസ് ആണല്ലേ, ഈ പെട്ടെന്ന് ആളുകൾ ഒന്ന് കാണാൻ വരുന്നു, തിരിച്ചറിയുന്നു. ഓ പിന്നെ വളരെ സന്തോഷമുണ്ട് കേട്ടോ. രമ്യയെ കണ്ടതിൽ അതിയായ സന്തോഷമുണ്ട്. വർഷങ്ങളായി അവളെ കണ്ടിട്ട്. പിന്നെ മഹിളാ സമയ്ക്കായിട്ടും ഒപ്പത്തിനൊപ്പം അങ്ങനെ പല പദ്ധതികളുമായി ബാപ്പുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൽ വളരെ സന്തോഷമാണ്. രമ്യ ഇപ്പൊ പാട്ടൊക്കെ പാടാറില്ല മോളെ? ഒരു 2 വരി പാടും പ്ലീസ്. അപ്പൊ നമുക്കൊരു ഏതാണ് നാടൻ പാട്ട്? ഏതാ മോള് ഏത് പാടിയാലും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻകോര പറിച്ചാട്ടെ. താരക പെണ്ണാളെ കതിരാടും മിഴിയാളെ തമ്പുരാനെത്തിടും മുമ്പേ കരിങ്കാറിൻകോര പറിച്ചാട്ടെ. തക തക താത്തിനന്തകത്തെയ്താരോ തകതിനന്തകത്തെയ്താരോ താത്തിനന്തകത്തകതിനന്തകത്തകതിനന്തകത്തെയ്താരോ. അപ്പം പാട്ടും ഇതുമൊക്കെ ആയിട്ട് ഞങ്ങളും ഇവിടെ ഉണ്ട്. എന്തായാലും ന്യൂസ് 18 പ്രേക്ഷകരും ഇതെല്ലാം കാണുന്നുണ്ടാവും. പ്രേക്ഷകരുടെ വലിയ പിന്തുണയും പ്രാർത്ഥനയും ബാപ്പുട്ടിക്കായ്ക്കൊപ്പം നമ്മുടെ ആര്യാടൻ ഷൗക്കത്തായ്ക്കൊപ്പം കൈപ്പത്തി ചിഹ്നത്തിൽ ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി പറയണം. എങ്ങനെയാണ് ഈ ആര്യൻ സാറിന്റെ സൗണ്ട് അനുകരിക്കാൻ തുടങ്ങിയത്? അത് ഞാൻ ഈ കലാഫീൽഡായിട്ട് നടക്കുന്ന സമയത്ത് ബാപ്പുട്ടിയാക്കാന്റെ കൂടെ ഇങ്ങനെ ഈ തെരുവ് നാടകങ്ങളിലൊക്കെ പോകുമ്പോൾ ഓരോ ജംഗ്ഷനിലും നമ്മള് നാടകം തുടങ്ങുന്നതിന്റെ മുമ്പായിട്ട് ആര്യൻ സാറിന്റെ പ്രസംഗം ഉണ്ടാവും. അപ്പൊ അതിങ്ങനെ കേൾക്കും. അപ്പൊ നാടകം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രസംഗം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ നാടകം തുടങ്ങുക. അപ്പൊ ആ വാക്ക് ഇങ്ങനെ കേട്ട് അങ്ങനെ പഠിച്ചെടുത്താണ്. പിന്നെ ഒരു കല ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് മുട്ടുകാൽ ആദ്യ കല ഉണ്ട്, പക്ഷെ അതിലുപരി ഒരു കല ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് ഒരു പരിധിവരെ കഴിച്ചിലായി പോയി. അതാണ്. എന്നിട്ട് പിന്നെ എങ്ങനെ ഈ കലാജീവിതം വിട്ടോ? ഈ ഹോട്ടലിലേക്ക് കലാജീവിതം വിടല്ല, രക്ഷയില്ല. തറവാട് കുളം തോണ്ടുന്ന ഒരു സാഹചര്യം വന്നപ്പോഴേ കലയെ പാറി പറഞ്ഞിട്ട് കാര്യമില്ല. ആ കല കാലിലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പിന്നെ ഇത് നിലനിർത്തണം എന്നുള്ളൊരു വാശിയായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടൊന്നും ഒതുങ്ങിക്കൂടിയ ഇത് വേറെ രസമുണ്ട്. ഒക്കെ ഒരു ലഹരിയാക്കി എടുത്താൽ അതാണ് അതിന്റെ രസം. ഈ ആര്യൻ സാറിന് കേൾക്കെ അനുകരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിനില്ല. ചില ആൾക്കാർക്ക് ചിലരെ അനുകരിക്കും, ചിലപ്പോൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ള തോന്നല്. നമ്മളായിട്ട് തന്നെ സ്റ്റേജിലൊക്കെ ചെയ്യും, അത് മതിയല്ലോ. അവരടുത്ത് ചെന്നിട്ട് അവരെ ചെയ്യണത് ശരിയല്ലല്ലോ. അപ്പൊ അവർക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നുള്ളൊരു തോന്നലാണ്. പക്ഷെ ഇപ്പൊ ചെയ്തപ്പോഴാണത് ആര്യൻ സാറിന്റെ പത്നി വരെ നമ്മളെ പ്രശംസിച്ചു പറഞ്ഞ് കേൾക്കുമ്പോൾ ഭയങ്കര അതിയായ സന്തോഷമുണ്ട്. അവർ കാണണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. പിന്നെ ബാപ്പുട്ടിയാക്ക് തന്നെ ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞപ്പോൾ റിയാസ് മോൻ വിളിച്ചു, ഒക്കെ അപ്രീഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. VT ബൽറാം വന്നപ്പോൾ ഒന്ന് അനുകരിച്ച് കാണിച്ചു അല്ലേ? അതെ, അത് കൂടുതലുള്ളവർ പറഞ്ഞു ഇയാള് മിമിക്രി ഒക്കെ ചെയ്യുന്ന ആളാണ്, അപ്പോൾ നമുക്ക് കുഞ്ഞാക്കാന്റെ ശബ്ദം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്ത് കാണിച്ചു കൊടുത്താണ്. വൈറലായി. ഓ എന്താ ചെയ്യാ, എന്തു വന്നാലും നമ്മൾ ബാപ്പുട്ടിയെ ജയിപ്പിക്കുക എന്നുള്ള ഒരു സാഹചര്യമാണ് ഇപ്പൊ നിലവിലുള്ളത്. പ്രകൃതി ക്ഷോഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി വരെ നമുക്കതിരെ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ബാപ്പുട്ടിന്റെ വിജയം പ്രകൃതിയും ആഘോഷിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേട്ടോ.
ശരി മോനെ. എന്തായാലും തെരഞ്ഞെടുപ്പത്തോടുകൂടി അപ്രതീക്ഷിതമായി വൈറലായിരിക്കുകയാണ് ബാബുട്ടിക്ക. എന്തായാലും ആര്യാടൻ സാറിന്റെ ശബ്ദം കേൾക്കാനായി ഒരുപാട് പേരാണ് ഈ ഹോട്ടലിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചൂടേറിയ ചർച്ചകൾക്കിടയിൽ നിലമ്പൂരിൽ നിന്നൊരു പുത്തൻ താരോദയം കൂടി അല്ലേ. മറ്റു വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. വീണ്ടും പോരടിച്ച് സർക്കാരും ഗവർണർ. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരിനെ പുതിയ തലത്തിലേക്ക് എത്തിക്കുന്നതാണ് ഭാരതമാതാ വിവാദം. ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരും തമ്മിലുള്ള തർക്കം അധികാരത്തെ ചൊല്ലിയുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോഴത്തേതിന് പ്രത്യയശാസ്ത്ര മാനവുമുണ്ട്. ഭാരതമാതാവിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് ഗവർണർ വ്യക്തമാക്കി കഴിഞ്ഞു. RSSകാരുടെ ഭാരതമാതാവിനെ അംഗീകരിക്കില്ലെന്ന് സർക്കാരും നിലപാടെടുക്കുന്നതോടെ ഏറ്റുമുട്ടൽ വരും ദിവസങ്ങളിൽ രൂക്ഷമാക്കും. RSSകാരനായിരുന്നില്ലെങ്കിലും ആ പ്രത്യയശാസ്ത്രത്തിന്റെ മഹിമയെക്കുറിച്ച് നിരന്തരം പറഞ്ഞിരുന്നയാളായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാനും സർക്കാരുമായി ഉണ്ടായിരുന്ന തർക്കങ്ങളുടെ കാതലും കാരണവും ആരാണ് വലുതെന്ന അധികാര തർക്കമായിരുന്നു. പകരക്കാരനായെത്തിയത് കറകളഞ്ഞ RSSകാരനായ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സർക്കാരുമായി യോജിച്ചു പോകുമെന്ന് തോന്നിച്ച അർലേക്കർ ആദ്യം പിണങ്ങിയത് തന്നെ പ്രത്യയശാസ്ത്ര ഭിന്നതയിലാണ്. That the Bharat Mata Chitra, the photo and that image to be removed from the dais. He wanted to be removed it. Late evening, last day, I got the message. I said we will do everything possible, but we cannot remove Bharat Mata. We cannot remove our Matrubhumi. We cannot keep away. All these are the idols for which we are living. We cannot do away with this. ഭാരതമാതാവിനെ വിട്ടൊരു കളിക്കുമില്ലെന്ന് ഗവർണറും RSSന്റെ ഭാരതമാതാവിനെ അംഗീകരിക്കില്ലെന്ന് സർക്കാരും നിലപാടെടുക്കുന്നതോടെ രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര ഏറ്റുമുട്ടലിനു കൂടിയാണ് കളമൊരുങ്ങുന്നത്. രാജ്ഭവനിൽ ഇനിയൊരു പരിപാടിയിലും സർക്കാരിൻ്റെ ഭാഗമായവർക്ക് പങ്കെടുക്കാൻ കഴിയാതെ വരും. രാജ്ഭവന് പുറത്തുള്ള പരിപാടികളിലും ഇതേ നിലപാട് ഗവർണർ തുടർന്നാൽ സർക്കാർ വീണ്ടും ബുദ്ധിമുട്ടിലാകും. പ്രത്യയശാസ്ത്ര പോര് ഭരണപരമായ കാര്യങ്ങളിലും പ്രതിഫലിച്ചേക്കാം. പിടിച്ചുവച്ചിരിക്കുന്ന സർവകലാശാല ഭേദഗതി ബിൽ ഗവർണർ വൈകാതെ രാഷ്ട്രപതിക്ക് വിട്ടേക്കും. അതോടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്തേതിനു സമാനമായ തർക്കമായി ഇത് മാറും. VV അരുൺ, ന്യൂസ് 18, തിരുവനന്തപുരം. തമ്മിലടിച്ച് വിശ്വാസികൾ. അങ്കമാലി അതിരൂപതയിൽ ഏറെ നാളായി നിലനിൽക്കുന്ന ഏകീകൃത കുർബാന തർക്കം ജൂലൈ 3 മുൻപ് പരിഹരിക്കാൻ നീക്കം. മാർ റാഫേൽ തട്ടലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. അച്ചടക്ക നടപടി നേരിടുന്ന വൈദികരെ ദേവാലയങ്ങളിൽ കയറ്റരുതെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം നടത്തിയ പ്രതിഷേധം കഴിഞ്ഞ ദിവസം സംഘർഷത്തിന് ഇടയാക്കിയിരുന്നു. നവമി ദിനേശ് കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. നവമി, ഗുഡ് മോർണിംഗ്. ഇന്നലെ ഒരു പകൽ മുഴുവൻ നമ്മൾ കണ്ടത് വലിയ സംഘർഷങ്ങളുടെ കാഴ്ചകളായിരുന്നു അവിടെ നിന്ന്. ഇനിയും ഇപ്പോൾ ജൂലൈ 3 മുമ്പ് ഈ വിഷയത്തിലൊരു പരിഹാരം കാണാമെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയെങ്കിൽ പോലും അതിന് മുന്നോടിയായി ഇന്നടക്കം മറ്റ് അനുബന്ധ ചർച്ചകളൊക്കെ നടക്കുമോ? അപ്പോഴും ഈ വിമത വിഭാഗത്തെയും അനുകൂലിക്കുന്ന വിഭാഗത്തെയും ഒക്കെ ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ സഭയ്ക്കാകുമോ എന്നുള്ള വലിയ ചോദ്യം കൂടിയുണ്ട്. ആര്യ, ഈ പള്ളിത്തർക്കം കുറച്ച് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. ഓരോ ചർച്ചകൾ കഴിയുന്തോറും ഇപ്പോൾ ആ പ്രശ്നം പരിഹരിക്കും, ഇനി തർക്കങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന് നമ്മൾ വിശ്വസിക്കും. പക്ഷേ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ തെരുവിലെ യുദ്ധമാണ്. ഇന്നലെയും നമ്മൾ കണ്ടതാണ്. വലിയ രീതിയിൽ പ്രതിഷേധമായിരുന്നു വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ഈ വൈദികരെ, നടപടി നേരിട്ട 20ഓളം വരുന്ന വൈദികരെ, അവരെ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചതായിരുന്നു അവരുടെ പ്രകോപനത്തിന് കാരണം. ഈ സഭയ്ക്കെതിരായി നിൽക്കുന്ന മാർപ്പാപ്പ പോലും ഈ ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ട് പോലും അതനുസരിക്കാത്ത
സഭാവിരുദ്ധരായിട്ടുള്ള നടപടി നേരിട്ട വൈദികരെ അവരെ ഇന്നലെ ചർച്ചയ്ക്ക് വിളിച്ചതാണ് ഇന്നലത്തെ പ്രകോപനത്തിന് കാരണം. ജോസഫ് മാർ പാംബ്ലാനി അടക്കമുള്ള വികാരിമാർ ഇവർക്കെതിരായിട്ടുള്ള വിശ്വാസികൾക്കെതിരായിട്ടാണ് നിൽക്കുന്നത്. ഈ വൈദികരെ അനുകൂലിക്കുന്നു, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഈ വിശ്വാസികളെ കേൾക്കാതെ പ്രശ്നം പരിഹരിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുന്നതിലായിരുന്നു വലിയ പ്രതിഷേധമുണ്ടായത്. പോലീസൊക്കെ എത്തി അവരെ തടയുന്ന സാഹചര്യം ഉണ്ടായി. വലിയ വാക്ക് തർക്കങ്ങളും കയ്യേറ്റങ്ങളും ഒക്കെ ഉണ്ടായി. അതിനിടയിൽ ഇന്നലെ രാത്രിയോടുകൂടി ഈ യോഗം 5 മണിയോടുകൂടിയായിരുന്നു യോഗം അവസാനിച്ചത്. ആ സമയത്ത് പോലും മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്കൊക്കെ ഇന്നലെ അവിടെ കാര്യങ്ങൾ പോയത് വലിയ രീതിയിൽ പ്രതിഷേധം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ജൂലൈ 3 മുൻപ് തന്നെ ഈ പ്രശ്നം പരിഹരിക്കുമെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിനൊടുവിൽ അവർ തീരുമാനമെടുത്തത്. പക്ഷേ ആ തീരുമാനം വൈദികർക്കെതിരായിട്ടുള്ള നടപടിയിൽ അത് കടുപ്പിക്കണമെന്ന് തന്നെയാണ് വിശ്വാസികൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അനുകൂലമായിട്ടുള്ള അതായത് ഈ ഏകീകൃത കുർബാന നടപ്പാക്കിയിട്ടില്ലെങ്കിൽ ഈ പ്രതിഷേധവുമായി വീണ്ടും മുന്നോട്ട് പോകാൻ തന്നെയാണ് വിശ്വാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതല്ലാതെ ഈ വിമതപക്ഷത്തിന് അനുകൂലമായി അല്ലെങ്കിൽ വൈദികർക്കെതിരെ നടപടി നേരിട്ട വൈദികരെ തിരിച്ചെടുക്കുകയോ അവരുടെ പ്രവർത്തികൾ മറക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ വീണ്ടും യുദ്ധവുമായി അല്ലെങ്കിൽ വീണ്ടും ഒരു പ്രതിഷേധവുമായി തെരുവിലിറങ്ങുമെന്ന് തന്നെയാണ് വിശ്വാസികൾ ആവർത്തിച്ചു പറയുന്നത്. ഇന്നലെ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. നമ്മൾ ഇതിനു മുൻപും കണ്ടതാണ്. വലിയ തർക്കങ്ങൾ ഉണ്ടാകുന്നു. പോലീസ് സന്നാഹം, പോലീസിന് നേരെയും ഇവർ വലിയ രീതിയിൽ ആക്രോശിക്കുകയും കയ്യേറ്റം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത് ഒരു ആവർത്തനമായിട്ട് വർഷങ്ങളായി നമ്മൾ കാണുന്നതാണ്. ആ ഒരു പ്രശ്നം മാറി വരുന്ന ഈ അതിരൂപതയിൽ മാറി വരുന്ന ആളുകൾക്ക് പോലും അത് പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് ആ തർക്കങ്ങൾ നീളുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ജൂലൈ 3 മുൻപ് തന്നെ ഇവരുടെ പ്രശ്നങ്ങളും ഈ തർക്കങ്ങളും എല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്നലെ ചേർന്ന യോഗത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നത്. എന്തായാലും വിശ്വാസികളടക്കം ആ ദിവസത്തിനായി കാത്തിരിക്കുകയാണ്. ജൂലൈ 3 മുൻപ് ഇവർ ആഗ്രഹിക്കുന്ന പോലെ ഏകീകൃത കുർബാന നടപ്പാക്കണം. ഈ നടപടിയെടുത്ത വൈദികർക്കെതിരെ അവരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കും എന്നതിലൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടും. അതിനായി കാത്തിരിക്കുകയാണ് വിശ്വാസികളും. തീർച്ചയായും. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർത്തത്. ത്യാഗസ്മരണയിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപ്പെരുന്നാൾ ആഘോഷിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികളാണ് നമസ്കാരങ്ങളിൽ പങ്കെടുക്കുന്നത്. കനത്ത ചൂടിനെ തുടർന്ന് അതിരാവിലെയാണ് പെരുന്നാൾ നമസ്കാരം. UAEയിൽ ഇത്തവണയും മലയാളത്തിൽ നമസ്കാരം നടത്തുന്ന ഈദ്ഗാഹുകളുണ്ട്. ഹജ്ജിന്റെ സുപ്രധാന കർമ്മമായ ജംറയിൽ കല്ലേറും ഇന്ന് നടക്കും. അറഫ സംഗമത്തിന് ശേഷം വിശ്വാസികൾ മിനായിലെത്തി. ജംറയിൽ കല്ലേറ് പൂർത്തിയാക്കി മറ്റ് ചടങ്ങുകൾക്കായി 2 ദിവസം കൂടി ഇവിടെ ചെലവഴിച്ച ശേഷമായിരിക്കും ഹാജിമാർ നാടുകളിലേക്ക് മടങ്ങുക. കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പാരിസ്ഥിതിക ആഘാതത്തിനൊപ്പം ടൂറിസം മേഖലയ്ക്കും വെല്ലുവിളി ഉയർത്തുകയാണ്. വിദേശ സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന തിരുവനന്തപുരം കോവളം ബീച്ചിൽ പ്ലാസ്റ്റിക് മാലിന്യം നിറഞ്ഞിരിക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്നും മാലിന്യം നീക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരം പ്രവൃത്തികൾ ഒന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. കേരള തീരത്ത് മുങ്ങിയ കപ്പലിൽ നിന്നുള്ള പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ തെക്കൻ തീരപ്രദേശങ്ങളിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമാണ്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇവ ടൂറിസം മേഖലയിൽ ഉണ്ടാക്കുന്ന പ്രതിസന്ധി. വിദേശ സഞ്ചാരികൾ കൂടുതലായി എത്തുന്ന കോവളം ബീച്ചിലെ കാഴ്ചകൾ നമുക്ക് നോക്കാം. അന്താരാഷ്ട്ര ടൂറിസം മാപ്പിൽ കേരളത്തിന്റെ മുഖമുദ്രയായ കോവളം ബീച്ച് ഇപ്പോൾ കണ്ടെയ്നറിൽ നിന്നുള്ള പ്ലാസ്റ്റിക് ഗ്രാനുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. മാലിന്യം മൂടിയതോടെ സഞ്ചാരികൾ ബീച്ചുകളിലേക്ക് എത്തുന്നില്ല. തിരുവനന്തപുരത്തെ മറ്റ് ബീച്ചുകളിൽ നിന്നും മാലിന്യ നീക്കം നടക്കുന്നുണ്ടെങ്കിലും കോവളം ബീച്ചിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ കോവളത്ത് അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സഞ്ചാരികളെ കാലങ്ങളായി ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതിനൊപ്പമാണ് തീരത്തെ മാലിന്യ പ്രശ്നം. കംപ്ലീറ്റ് വേസ്റ്റാണ്. വേസ്റ്റ് മാലിന്യം കൊണ്ടുവന്ന് കൂട്ടിയിടുകയും ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ഈ കപ്പലിൽ നിന്ന് വന്ന സാധനം മാറി മാറ്റാനോ അങ്ങനെ ഒരു കാര്യം ഒന്നും ചെയ്യുന്നില്ല. മൊത്തം ടൂറിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഇതുമില്ല. സർക്കാർ വകുപ്പുകളുടെ ഏകോപനത്തിലെ പാളിച്ചയാണ് പ്രധാനമായും മാലിന്യ നീക്കത്തിലെ പ്രതിസന്ധി. പ്രാദേശിക ടൂറിസം മേഖലയ്ക്കും കണ്ടെയ്നറിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ പ്രതിസന്ധി ഉയർത്തുന്നുണ്ട്. നിലവിൽ കടൽ പ്രക്ഷുബ്ധമായതിനാൽ സഞ്ചാരികൾക്ക് ബീച്ചിലേക്ക് ഇറങ്ങുന്നതിന് വിലക്കുണ്ട്. സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. മുങ്ങിയ കപ്പലിൽ നിന്നും കടലിൽ പരന്ന പ്ലാസ്റ്റിക് മാലിന്യം അടക്കം കേരളത്തിന്റെ തെക്കൻ തീരത്ത് വലിയ മാലിന്യ പ്രശ്നമാകുന്നുണ്ട്. ഇത് നീക്കാൻ വലിയ സാമ്പത്തിക ചെലവുമുണ്ട്. കേരളത്തിന് കപ്പൽ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം കിട്ടേണ്ടതല്ലേ? കടലിൽ മാലിന്യം കലർന്നാൽ അത് നീക്കേണ്ട ഉത്തരവാദിത്തം കപ്പൽ കമ്പനിക്കുമുണ്ട്. ഇതിനായി പ്രത്യേക ഇൻഷുറൻസുമുണ്ട്. കപ്പൽ മുങ്ങിയതിനെ സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യവും
നഷ്ടപരിഹാരം മുന്നിൽ കണ്ടു കൂടിയാണ്. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. ഡാൻ, നമുക്കറിയാം ഈ മാലിന്യ പ്രശ്നം അത് എത്രത്തോളം ദുഷ്കരമാക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും ഈ ടൂറിസം മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തിനെ എന്നുള്ളത്. ഈ യുദ്ധകാല അടിസ്ഥാനത്തിൽ ഈ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് സർക്കാർ തലത്തിൽ നടക്കേണ്ട പ്രവൃത്തിയാണ്. പക്ഷേ അതിന് വരുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി അത് തരണം ചെയ്യാൻ കപ്പൽ കമ്പനിയിൽ നിന്നുള്ള സഹായം കൂടി വേണ്ടതല്ലേ? അതിൻ്റെ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് കപ്പൽ കമ്പനി കൂടിയല്ലേ എന്ന ചോദ്യമാണ് അവശേഷിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും മനോഹരമായ ഒരു തീരപ്രദേശങ്ങളിൽ ഒന്നിലാണ്. അതായത് ചെറിയതുറ എന്ന സ്ഥലത്ത്. ഇവിടെ ഈ കൽക്കട്ടകൾക്ക് മുകളിൽ സമയം ചെലവഴിക്കുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഓരോ ദിവസവും എത്തുന്നത്. പക്ഷേ എനിക്ക് തൊട്ടരികിൽ ഉള്ള കാഴ്ചകൾ അത്ര സുന്ദരമല്ല, ശോഭനമായ കാഴ്ചകളല്ല. അതാ ഇവിടെ നിന്ന് ഈ പ്രദേശം മുഴുവൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ തരികൾ വന്ന് നഡിൽസ് വന്ന് പൂർണ്ണമായി കല്ലുകൾക്കിടയിലും അതോടൊപ്പം തന്നെ തീരത്തോട് അല്പം ഉയർന്ന പ്രദേശങ്ങളിലേക്ക് തിര തല്ലി അടിച്ച് കയറി കിടക്കുന്ന കാഴ്ചയാണ്. അതായത് മാർബിൾ ഫലകങ്ങൾ ഇട്ടിരിക്കുകയാണെന്ന് തോന്നും. അങ്ങനെ ഈ മണൽ കാണാൻ കഴിയാത്ത തരത്തിൽ ഈ പ്ലാസ്റ്റിക് തരികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഈ പ്രദേശം. ഇവിടെ നിന്ന് ഈ തീരത്തിൻ്റെ മറുകര വരെ സമാനമായ തരത്തിൽ ഒരു വശം മുഴുവൻ കല്ലുകൾക്കിടയിലും അതിന് മുകൾ ഭാഗത്തുമായി ഇങ്ങനെ ഈ നഡിൽസ് കയറി കിടക്കുകയാണ്. ഇതിലെ ഏറ്റവും പ്രായോഗികമായ ഒരു പ്രശ്നം ഇതിവിടെ നിന്ന് പൂർണ്ണമായി ഈ ഒരു മനുഷ്യന് കൈകൊണ്ട് എടുത്ത് പിറക്കി മാറ്റാൻ കഴിയുന്ന തരത്തിലല്ല അതിൻ്റെ അളവ്. കാരണം കണ്ടെയ്നർ കണക്കിന് ഈ പ്ലാസ്റ്റിക് തരികളാണ് ഇവിടെ നിന്ന് ഈ കപ്പൽ കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെ കേവലം ചില ആളുകൾ നിന്ന് മെനക്കെട്ട് തൂമ്പ കൊണ്ട് കോരി മാറ്റാൻ ശ്രമിച്ചാലൊന്നും അത്ര പെട്ടെന്നത് പ്രായോഗികമായി നടക്കാൻ കഴിയില്ല. സമാനമായ തരത്തിലുള്ള കാഴ്ച കഴിഞ്ഞ ദിവസം അഞ്ചുതെങ്കിലും അതോടൊപ്പം തന്നെ തുമ്പയിലുമൊക്കെ പെരുമാതുറയിലുമൊക്കെ നമ്മൾ കണ്ടതാണ്. വലിയ ഊർജിതമായിട്ടായിരുന്നു പോലീസും ദുരന്ത നിവാരണ സേനയും അഗ്നിരക്ഷാ സേനയും ഒക്കെ ചേർന്ന് ഈ പ്ലാസ്റ്റിക് തരികൾ തീരത്ത് നിന്ന് നീക്കം ചെയ്യുന്ന നടപടികൾ ആരംഭിച്ചത്. ഓരോ 100 മീറ്ററായി ഈ സ്ഥലത്തെ തിരിച്ചുകൊണ്ട് അവിടെയുള്ള തരികൾ പൂർണ്ണമായി എടുത്തു മാറ്റുന്നതിന് വേണ്ടി ചാക്കുകൾ കൊണ്ടുവന്നു. സുരക്ഷിതമായി കൈകൊണ്ട് തൊടാതെ അത് മാറ്റുന്നതിന് വേണ്ടി മറ്റ് സംവിധാനങ്ങൾ ഒരുക്കി. പക്ഷേ അങ്ങനെ 2-3 ദിവസത്തിന് അപ്പുറം ആ നടപടികളുമായി അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ശ്രദ്ധേയം. അതായത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ചീഫ് സെക്രട്ടറി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിച്ച് തിരുവനന്തപുരം, ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം, ആലപ്പുഴ ജില്ലാ കളക്ടർമാരുമായി പ്രത്യേക ചർച്ച നടത്തിയതിനു ശേഷം തുടക്കമിട്ട ഒരു രക്ഷാദൗത്യമാണ് ഇങ്ങനെ പാതി വഴിയിൽ അനിശ്ചിതത്വത്തിലായി നിൽക്കുന്നത്. ഈ കാഴ്ചകൾ നമുക്ക് പേടി തോന്നും. കാരണം ഇങ്ങനെ ഈ തരികൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാതെ കിടന്നാൽ ഇവിടുത്തെ മത്സ്യസമ്പത്തിനെ അടക്കം അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക എന്ന ആശങ്ക മത്സ്യത്തൊഴിലാളികൾ ഏതാനും ദിവസങ്ങളായി പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് ഊർജിതമായി കടക്കാൻ തയ്യാറായില്ല എങ്കിൽ കാത്തിരിക്കുന്നത് വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. മറ്റു വാർത്തകളിലേക്ക് കൂടി നമ്മൾ കടക്കുകയാണ്. ബംഗളൂരുവിലെ ക്രിക്കറ്റ് ആഘോഷം ദുരന്തമായി മാറിയ സംഭവത്തിൽ RCB പ്രതിനിധികളുടെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ ഭാരവാഹികളുടെയും അറസ്റ്റ് ഉടനുണ്ടായേക്കും. സംഭവത്തിൽ കർണാടക സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റിയില്ലെന്നായിരുന്നു ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ആദ്യ പ്രതികരണം. ആയിഷത്തുൽ ഷംന കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഷംന, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച സംഭവിച്ചില്ല എന്ന ആദ്യ പ്രതികരണം വന്നെങ്കിൽ പോലും നമുക്കറിയാം വളരെ കടുത്ത നടപടികളിലേക്ക് ആ മേഖലയിൽ ദൗത്യത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എല്ലാ പോലീസുകാർക്കെതിരെയും നടപടി എടുക്കുന്ന തരത്തിലേക്ക് അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുന്ന കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഇനിയിപ്പോൾ ഏതൊക്കെ തരത്തിലായിരിക്കാം ഈ വിഷയത്തിൽ അന്വേഷണം പുരോഗമിക്കുക? അതിനപ്പുറം ഉയർന്നു വരുന്ന ഈ രാഷ്ട്രീയ വിവാദം അതിനെ സർക്കാർ എങ്ങനെ പ്രതിരോധിക്കുന്നു? പ്രതിപക്ഷം ഏതൊക്കെ തലത്തിൽ ഈ വിഷയത്തെ മുന്നോട്ട് ഉയർത്തിക്കൊണ്ടു പോകുന്നുണ്ട്?
ആര്യ, ഒരു ഹിസ്റ്റോറിക് സെലിബ്രേഷൻ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സെലിബ്രേഷൻ ആവും നടക്കുക എന്നൊക്കെയായിരുന്നു പ്രഖ്യാപനം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് അത് ഏറ്റവും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറുന്ന കാഴ്ചയാണ് നടന്നത്. 11 പേരുടെ ജീവൻ നഷ്ടമായ ആ ഒരു അപകടം, അതിന് പിന്നാലെ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. RCBക്കെതിരെയും അതുപോലെ കർണാടക സ്റ്റേറ്റ് ക്രിക്കറ്റ് അസോസിയേഷനെതിരെയും ഇവന്റ് മാനേജ്മെന്റ് നടത്തിയിരുന്ന DNA ഇവന്റ് മാനേജ്മെന്റിനെതിരെയുമാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഉടൻ തന്നെ ഇവരെ ചോദ്യം ചെയ്യലും ഒപ്പം അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഒപ്പം തന്നെ RCBയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെല്ലാം ഇപ്പോൾ പോലീസിന്റെ നിരീക്ഷണത്തിലാണ്. ഇങ്ങനെ അന്വേഷണം കൂടുതൽ വ്യാപിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ കേസുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രവുമല്ല, പക്ഷേ ഇതൊരു രാഷ്ട്രീയ വിവാദമായി മാറുകയാണ്. പ്രത്യേകിച്ച് BJP കർണാടക സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും തമ്മിലുള്ള തർക്കമാണ് ഇത്രയും വലിയ ഒരു ദുരന്തത്തിലേക്ക് വഴിമാറിയത്. എപ്പോഴും എല്ലാം അറിഞ്ഞിട്ട് പോലും DK ശിവകുമാർ കപ്പിൽ മുത്തമിടുന്ന ഒരു ഫോട്ടോയ്ക്ക് വേണ്ടിയാണ് ശ്രമിച്ചത്. അല്ലാതെ ഈ കാര്യങ്ങളൊന്നും പരിഹരിക്കാനോ കൃത്യമായ സുരക്ഷ ഉറപ്പാക്കാനോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇടപെടലൊന്നും ഉണ്ടായില്ല എന്ന ഗുരുതരമായ ആരോപണം BJP ഉന്നയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാം പോലീസിന്റെ തലയിൽ കെട്ടിവെച്ച് ഒഴിഞ്ഞു മാറാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന ഒരു ആരോപണവുമുണ്ട്. അതായത് ഈ RCB കൃത്യമായി തന്നെ ഈ പരിപാടി നടത്താൻ അനുമതി തേടിക്കൊണ്ടുള്ള നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ ഇത് അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള രേഖാമൂലമുള്ള ഒരു നോട്ടീസ് തിരിച്ച് കമ്മീഷണർ RCBക്ക് നൽകിയിട്ടില്ല. ഒപ്പം തന്നെ ആളുകൾ ടിക്കറ്റ് എടുക്കാതെ അടക്കം ഈ സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് നിയന്ത്രിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പോലീസിനെതിരെ ഗുരുതര ആരോപണമാണ് ഇപ്പോൾ സർക്കാർ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യം സർക്കാർ ആരോപിക്കുന്നത് പോലീസ് ആയിരുന്നു ഇത്തരത്തിൽ ആളുകളെ നിയന്ത്രിക്കേണ്ടത്. സ്റ്റേഡിയത്തിനകത്തും പുറത്തും നിയന്ത്രിക്കേണ്ടത് പോലീസായിരുന്നു. ഈ അനുമതി നൽകുന്നതടക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയാണ് എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. പക്ഷേ ഇത് സർക്കാരിനെതിരെ ഒരു രാഷ്ട്രീയ വിവാദമാക്കി ആയുധമാക്കി മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുണ്ട്. പക്ഷേ ആ ഘട്ടത്തിലും കൃത്യമായി തന്നെ അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ് ഉദ്യോഗസ്ഥർ. RCBക്കും ഇവന്റ് മാനേജ്മെന്റിനും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും അടക്കം ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ മറ്റ് ചോദ്യം ചെയ്യൽ അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ, തീർച്ചയായും ആയിഷത്തുൽ ഷംനയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇലോൺ മസ്കും തമ്മിലുള്ള പോര് കടുക്കുന്നു. കമ്പനികൾക്ക് സർക്കാർ നൽകിയിരുന്ന സബ്സിഡി നിർത്തലാക്കിയതിന് പിന്നാലെ മസ്കിനോട് വൈറ്റ് ഹൌസ് വിടാനും ട്രംപ് ഭരണകൂടം നിർദ്ദേശം നൽകി. അതേസമയം ട്രംപിനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് മസ്കിന്റെ തിരിച്ചടി. ന്യൂജേഴ്സിയിൽ നിന്ന് ഡോക്ടർ സജിമോൻ ആന്റണി കൂടി നമുക്കൊപ്പം ചേരുകയാണ്. സജിമോൻ ആന്റണി, വെരി ഗുഡ് മോർണിംഗ്. ലോക രാഷ്ട്രങ്ങളൊക്കെ വളരെ കൗതുകത്തോടെയും ആകാംക്ഷയോടെയും ഒക്കെ നോക്കിക്കണ്ട സൗഹൃദമാണ്. വലിയ അടുത്ത കൂട്ടുകാരായിരുന്നു മസ്കും ട്രംപും. പക്ഷെ ആ സൗഹൃദമെല്ലാം തകർന്നു വീണ് ഇരുവഴിയിൽ പിരിഞ്ഞു. അതിനപ്പുറം പരസ്പരം കൊമ്പു കോർക്കുന്നത് കൂടിയാണ് ഇപ്പോൾ കാണേണ്ടി വരുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതായത് വേൾഡ്സ് റിച്ചസ്റ്റ് മാൻ ആൻഡ് ദ വേൾഡ്സ് മോസ്റ്റ് പവർഫുൾ മാൻ, ലോകത്തിലെ ഏറ്റവും ധനികനായ വ്യക്തിയും ഏറ്റവും പവർഫുള്ളായ ട്രംപും തമ്മിലുള്ള ഒരു ഫൈറ്റ്, റൊമാൻസ് ഇന്നിവിടെ തീർന്നിരിക്കുകയാണ്. നമ്മൾ ഹിമാലയൻ പർവ്വതത്തിന്റെ പീക്കിൽ നിന്ന്, ആ ക്ലിഫിൽ നിന്ന് എടുത്ത് ചാടിക്കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു 3-4 മണിക്കൂറത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്. അത് പേഴ്സണൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്നൊരു പേഴ്സണാലിറ്റി ക്ലാഷ് ആണ്, രണ്ടാമത്തേത് പോളിസി ക്ലാഷ് ആണ്. അപ്പൊ ഏതായാലും ഈ ഒരു മസ്കിനും ട്രംപിനും ഒരുപോലെ പരിക്ക് പറ്റുന്ന ഒരു രീതിയിലേക്കാണ് ഇത് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പേഴ്സണൽ ക്ലാഷ് എന്ന് പറയുന്നത് കാരണം ചില കാര്യങ്ങൾ നമ്മൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കുമ്പം അത് കഴിഞ്ഞ ശേഷം പിണങ്ങിക്കഴിയുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റാത്ത ചില കാര്യങ്ങളുണ്ട്. അപ്പം മസ്കിനെ സംബന്ധിച്ചോളം മസ്ക് ആ ഒരു ലൈനിലേക്ക് പോയി എന്നുള്ളതാണ് വളരെ കൗതുകപരമായ അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ. അത് പറയുമ്പം എപ്സ്റ്റീൻ ഫയൽ എന്ന് പറയുന്നത് ഇവിടുത്തെ അമേരിക്കയെ സംബന്ധിച്ചോളം ഇവിടുത്തെ വളരെ വലിയ ഉന്നതന്മാർ, പൊളിറ്റീഷ്യന്മാരും അതുപോലെ ധനികന്മാരുമായിട്ടുള്ള ഒത്തിരി ആൾക്കാർക്ക് പണി കിട്ടിയ ഒരു പരിപാടിയാണത്. എപ്സ്റ്റീൻ ഐലൻഡിൽ പോയിട്ട് മൈനറിസമായിട്ട് സെക്സും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് വലിയൊരു ഫയലും കോൺട്രവേഴ്സിയും ആയിരുന്നു അത്. അപ്പം അതുമായിട്ട് ഇലോൺ മസ്ക് ട്രംപിനെ ലിങ്ക് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വസ്തുത ഇതിനകത്ത്. അത് ട്രംപും തിരിച്ചടിക്കുന്നുണ്ട്. ട്രംപ് പറയുന്നത് മസ്കിന്റെ കമ്പനിയുടെ സ്പേസ് എക്സിന്റെയും അല്ലെ കോൺട്രാക്ട് എടുത്ത് ഗവൺമെന്റ് കോൺട്രാക്ട് എടുത്തു കളയും. ഈ ടെസ്ലയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഫെഡറൽ ഗവൺമെന്റ്
ഗവൺമെന്റ് സബ്സിഡി എടുത്ത് കളയും, മസ്കിനെതിരെ ഫെഡറൽ ഇൻവെസ്റ്റിഗേഷൻ അഴിച്ചുവിടും. അങ്ങനെ തുടങ്ങിയ ഒരു ലൈനായിട്ടുള്ള വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റാണ് രണ്ടുപേരും ട്വീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കുറച്ചൊരു 5-6 മാസത്തേക്ക് പുറകേക്ക് പോകുകയാണെങ്കിൽ മസ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ മസ്ക് 2022 വരെ ഡെമോക്രാറ്റ് ആയിരുന്നു. 2022 ശേഷമാണ് റിപ്പബ്ലിക്കനായി. അതിനുശേഷം ഈ ഒരു കഴിഞ്ഞ ഇലക്ഷനിനകത്ത് ഏകദേശം $277 മില്യൺ ഡൊണേറ്റ് ചെയ്തത്. ബിഗ്ഗസ്റ്റ് ഡോണർ ആയിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ട്രംപിന് വേണ്ടിയിട്ട്. അത് ഒരു വൺ ഓഫ് ദി മേജർ റീസൺ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ ഫ്ലിപ്പ് ചെയ്യാനായിട്ട്. ഇന്ന് മസ്ക് അതിന്റെ ക്രെഡിറ്റ് എടുക്കുകയും ചെയ്തു. അത് ഡൊണാൾഡ് ട്രംപിനെ സത്യം പറഞ്ഞ മുഖത്തിനിട്ട് തല്ലുന്ന പോലെ അല്ലെ ഒരു ഇതാണത്. കാരണം ഞാൻ കാരണമാണ് നീ ജയിച്ചത്, ഞാൻ കാരണമാണ് അമേരിക്കയിൽ സെനറ്റും കോൺഗ്രസും ജയിച്ചത് എന്ന് പോലും പറയാനായിട്ട് മസ്ക് മടിച്ചില്ല എന്നുള്ളതാണ് ഒരു കാര്യം. എന്നാൽ അതേസമയം ട്രംപിന്റെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ട്രംപും തുടങ്ങിയത് ഡെമോക്രാറ്റിക് പാർട്ടിയായിരുന്നു. ദെൻ കുറെ നാളത്തേക്ക് ലിബറൽ പാർട്ടിയായി, അതിനുശേഷം റിപ്പബ്ലിക്കായി, ഡെമോക്രാറ്റായി, ഫൈനലി 2012 തൊട്ട് റിപ്പബ്ലിക്കിലേക്ക് വന്നു. അവിടെ നിന്നാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഈ പാർട്ടി സ്വിച്ച് അല്ലെ ഫ്ലിപ്പ് രണ്ടുപേർക്കും ഒരുപോലെയാണ്. രണ്ടുപേരുടെയും ബിഹേവിയർ ചില സമയങ്ങളിലൊക്കെ ഇറാറ്റിക് ആകാറുണ്ട്. അത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മസ്കിന് എന്താണ് പോസിബിളി നഷ്ടപ്പെടാനുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം $38 ബില്യൺ ഫെഡറൽ ഗവൺമെന്റിന്റെ എയ്ഡ് അല്ലെങ്കിൽ ഇത് സോഫാർ മസ്കിന്റെ കമ്പനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു ചലഞ്ച് ആയിരിക്കാം എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം നമ്മൾ ലോകമാകമാനം അറിയപ്പെടുന്ന സ്പേസ് എക്സിനകത്ത് നിന്ന് ഏകദേശം 3.5 ബില്യൺ റവന്യൂ ആണ് ഓരോ വർഷവും അല്ലെ മസ്കിന് കിട്ടുന്നത്. അത് വലിയൊരു ക്വസ്റ്റ്യൻ മാർക്ക് ആയിരിക്കും. അപ്പോൾ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലോകം തന്നെ ഉറ്റുനോക്കുന്ന ഈ സ്പേസ് എക്സിന്റെ ദൗത്യം അതിനെ ഏത് തരത്തിൽ ഈ പോര് ബാധിക്കും? രണ്ട് രീതിയിൽ ബാധിക്കും. അത് ഒന്ന്, ഈ സ്പേസ് എക്സിന്റെ കോൺട്രാക്ട് ക്യാൻസൽ ആകുമെന്ന് മസ്കും പറയുന്നുണ്ട്. അതോടൊപ്പം ആ കോൺട്രാക്ട് പോയിട്ടുണ്ടെങ്കിൽ അത് നാസയ്ക്ക് വലിയൊരു തിരിച്ചടിയായിരിക്കും, ഗവൺമെന്റിന്റെ വലിയ തിരിച്ചടിയായിരിക്കും. കാരണം ഈ സ്പേസ് എക്സ് ആണ് ഇവിടെ ഇത് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ വേറൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സ്പേസ് എക്സിന് വേണ്ടി മാത്രം അമേരിക്കൻ ഗവൺമെന്റിന്റെ ഖജനാവിൽ നിന്ന് $3.5 ബില്യൺ ഓരോ വർഷം കിട്ടുന്നത്. അത് വളരെ ഒരു ഇമ്പാക്റ്റ് ആയിരിക്കും. ആ ഒരു റൗട്ടിലേക്ക് പോകുമോ എന്ന് നമുക്ക് അറിയില്ല. എന്നാൽ വലതുപക്ഷക്കാരായ സ്റ്റീവ് ബാൻ ഉൾപ്പെടെയുള്ള വളരെ എക്സ്ട്രീം റൈറ്റുള്ള ആൾക്കാർ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ഇന്ന് രാത്രി കൊണ്ട് തന്നെ അല്ലെ നാളെ തന്നെ അത് മസ്കിനെ പാഠം പഠിപ്പിക്കണം, അത് എമർജൻസി ഇഷ്യൂ ചെയ്തിട്ട് സ്പേസ് എക്സിന്റെ കംപ്ലീറ്റ് കൺട്രോൾ എടുക്കണം എന്നൊക്കെ ഒരു വലത് റൈറ്റ് വിങ്ങിലുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ എന്തുമാത്രം ആകുമെന്ന് എനിക്കറിയില്ല. പക്ഷേങ്കിൽ ഈ ഒരു ഫൈറ്റിനകത്ത് രണ്ടുപേരും വിജയിക്കത്തില്ല, രണ്ടുപേർക്കും പരിക്ക് പറ്റും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ട്രംപിന് എങ്ങനെയാണ് പരിക്ക് വരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം വരാൻ പോകുന്ന ഇവിടുത്തെ പ്രൈമറിയിൽ അല്ലെങ്കിൽ ഇടക്കാല തെരഞ്ഞെടുപ്പിൽ ഒക്ടോബർ-നവംബറിൽ നടക്കുന്ന ഇടക്കാല തെരഞ്ഞെടുപ്പിന് വളരെ നിർണായകമായിരുന്നു. അപ്പൊ ഇനി മേലാല് ട്രംപിന് അല്ലെങ്കിൽ റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ള മണി പമ്പിങ് മസ്ക് നിർത്തും എന്നാണ് പറയുന്നത്. അത് വലിയൊരു ക്വസ്റ്റ്യന്മാരായിരിക്കും ഇവിടുത്തെ സെനറ്റ് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ സീറ്റ് വിജയിക്കാനായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടി സംബന്ധിച്ചിടത്തോളം. ഇതെല്ലാം തുടങ്ങിയത് EV കോൺട്രാക്റ്റിനകത്ത് നിന്ന് അതായത് ഇലക്ട്രോണിക് കാറുകൾക്കുണ്ടായിരുന്ന സ്പെഷ്യൽ കോൺട്രാക്റ്റും അല്ലെങ്കിൽ സ്പെഷ്യൽ സബ്സിഡിയും എടുത്തു കളയുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു ചിന്തിക്കുകയാണെങ്കിൽ അതേസമയം ട്രംപ് പറയുന്നു ഇതുവരെ വൈറ്റ് ഹൗസിന്റെ എക്സ്ട്രീം പവറും അൺലിമിറ്റഡ് ആക്സസും മറ്റു കാര്യങ്ങളും കിട്ടിക്കത്തേക്കും മസ്ക് ഇത് പഠിച്ചുപോയി. അപ്പോൾ മസ്ക് അതിനകത്ത് നിന്ന് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് റിയാലിറ്റിയിൽ വന്നു. വൈറ്റ് ഹൗസിലോട്ട് ബന്ധമില്ലാതെ നിന്ന് കഴിഞ്ഞാൽ മസ്ക് 0 ആണ്, അതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഏതായാലും ഇത് വളരെ ലോകത്തെ ആകമാനം ബാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ. അതോടൊപ്പം എനിക്ക് ഇന്നത്തെ വൈറ്റ് ഹൗസിന്റെ ബ്രീഫിങ്ങിനകത്ത് വേറൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടിയിരുന്നു. ഇന്ന് ജർമ്മൻ ചാൻസലർ ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹവുമായിട്ട് സംസാരിച്ച് പ്രസ് ബ്രീഫിനിടയ്ക്ക് ട്രംപ് വേറൊരു കാര്യം ഇന്ത്യയെ സംബന്ധിച്ചും പറഞ്ഞു. കാരണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഫൈറ്റ് നിർത്തിയത് ട്രംപാണ് എന്ന് ഒന്നും കൂടെ അടിവരയിട്ട് അദ്ദേഹം പറയുകയും അതിന്റെ ക്ലെയിം എടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകിച്ച് അതിന്റെ ഈ ഒരു സംവാദങ്ങളുടെ ഇടയ്ക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായും വളരെ നന്ദി ഡോക്ടർ സജിമോഹൻ ആന്റണി, ന്യൂ ജേഴ്സിയിൽ നിന്ന് ഞങ്ങൾക്കൊപ്പം ചേർന്നതിന്. എന്തായാലും ഉറ്റ സുഹൃത്തുക്കളായ 2 പേർ ഇപ്പോൾ ബദ്ധവൈരികളായി മാറുമ്പോൾ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നു എന്നുള്ളതാണ് ആകാംക്ഷയോടെ ലോകം ഉറ്റുനോക്കുന്നത് അമേരിക്കയിലേക്ക്. ഐക്യരാഷ്ട്രസഭയിൽ 2 സുപ്രധാന സ്ഥാനങ്ങൾ പാകിസ്ഥാന് ലഭിച്ചതിൽ കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ്. ഇന്ത്യ വിദേശ രാജ്യങ്ങളിലേക്ക് സംഘങ്ങളെ അയച്ചിട്ടും പാകിസ്ഥാന് സുപ്രധാന പദവികൾ എങ്ങനെ കിട്ടിയെന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തുന്നു. 2025 UN സുരക്ഷാ കൗൺസിലിന്റെ താലിബാൻ ഉപരോധ സമിതിയുടെ അധ്യക്ഷ സ്ഥാനം പാകിസ്ഥാനാണ് വഹിക്കുന്നത്. കൂടാതെ ഭീകരവിരുദ്ധ സമിതിയുടെ വൈസ് ചെയർമാൻ സ്ഥാനവും ലഭിച്ചിട്ടുണ്ട്.
ഇനി ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയിലേക്കാണ്. തിരുവനന്തപുരം കിളിമാനൂരിൽ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ വിദ്യാർത്ഥിനിയെ ബലിയാടാക്കിയെന്ന് പരാതി. കിളിമാനൂർ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചാരണം. പിന്നീട് +1 വിദ്യാർത്ഥിനി നാണക്കേട് കാരണം പഠനം ഉപേക്ഷിച്ചു. പെൺകുട്ടിയുടെ അമ്മ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി അന്വേഷണത്തിനായി സംസ്ഥാന പോലീസ് മേധാവിക്ക് കൈമാറി. സംഭവത്തിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ തീരുമാനം. അധ്യാപകർ തമ്മിലുള്ള തർക്കത്തിൽ +1 വിദ്യാർത്ഥിനിയെക്കുറിച്ച് വ്യാജപ്രചരണം നടത്തിയെന്നാണ് പരാതി. എതിർചേരിയിലെ അധ്യാപകൻ വിദ്യാർത്ഥിനിയെ ലൈംഗികമായി ഉപദ്രവിച്ചുവെന്നായിരുന്നു പ്രചരണം. അസുഖബാധിതയായ വിദ്യാർത്ഥിനി 4 മാസം അവധിയെടുത്തപ്പോഴാണ് വ്യാജപ്രചരണം നടത്തിയത്. സ്കൂളിലെ വാട്സപ്പ് ഗ്രൂപ്പിലുൾപ്പെടെ വിദ്യാർത്ഥിയുടെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചു. സ്കൂളിലെ ഒരു അധ്യാപിക തന്നെയാണ് ഇക്കാര്യങ്ങൾ പ്രചരിപ്പിച്ചതെന്ന് വിദ്യാർത്ഥിനി പറയുന്നു. CWCയിലും പോലീസിലും അധ്യാപിക വ്യാജപരാതി നൽകി. CWC അന്വേഷണത്തിൽ ഉൾപ്പെടെ വ്യാജപ്രചരണമാണെന്ന് കണ്ടെത്തിയിരുന്നു. എന്നാൽ സ്കൂളിലടക്കം ഇല്ലാക്കഥകൾ പ്രചരിച്ചതോടെ നാണക്കേട് മൂലം വിദ്യാർത്ഥിനി പഠനം ഉപേക്ഷിച്ചു. +1 പഠിക്കുന്നതിനിടെ പെൺകുട്ടിക്ക് സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗം പിടിപെട്ടിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ പ്രവേശിച്ചതിനെ തുടർന്ന് 4 മാസം സ്കൂളിൽ പോയിരുന്നില്ല. രോഗം മാറിയപ്പോൾ സ്കൂളിൽ പോകണമെന്നുണ്ടായിരുന്നുവെന്നും എന്നാൽ ആളുകൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞ് എങ്ങനെ പെരുമാറുമെന്ന് പേടിയായിരുന്നെന്നും പെൺകുട്ടി പറയുന്നു. ആ അധ്യാപകനുമായി പരിചയം പോലും ഉണ്ടായിരുന്നില്ല. വാട്സപ്പ് ഗ്രൂപ്പിലെ വ്യാജപ്രചരണം മറ്റുള്ളവർ അറിഞ്ഞ് വലിയ നാണക്കേടുണ്ടായി. നാണക്കേട് കാരണം മുടി മുറിച്ച് നടക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. ഒരു അധ്യയന വർഷവും നഷ്ടമായി. തന്നെക്കുറിച്ച് കള്ളക്കഥകൾ പ്രചരിപ്പിച്ച അധ്യാപികയെ തുടരാൻ അനുവദിക്കരുതെന്നാണ് പെൺകുട്ടി ആവശ്യപ്പെടുന്നത്. സംഭവത്തിൽ കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 കിളിമാനൂർ. വ്യാജ പോക്സോ കേസ് പ്രചരിപ്പിച്ച് വിദ്യാർത്ഥിനിയെ മാനസികമായി പീഡിപ്പിച്ച അധ്യാപകർക്കെതിരെ കേസെടുക്കണമെന്ന് KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി ആദേശ് സുധർമൻ DGPക്ക് പരാതി നൽകി. ഡാൻ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഡാൻ, ഇതാണോ അധ്യാപകർ എന്ന് ചോദിച്ചു പോവുകയാണ്. ഈ ഒരു കുട്ടിയുടെ ജീവിതമാണ് ഇത്തരത്തിൽ അവർ താറുമാറാക്കി കളഞ്ഞത്. ശക്തമായ നടപടി ഉണ്ടാവേണ്ടതാണ്. നിയമ നടപടി എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ഈ കേസിൽ? ഇതുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം തന്നെ, ഈ വിദ്യാർത്ഥിനിയുടെ കുടുംബം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഈ അധ്യാപികയ്ക്കെതിരെ, അതായത് അവരെ ആ സ്കൂളിൽ, ഈ രാജാ രവിവർമ്മ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇനി അവരെ തുടരാൻ അനുവദിക്കരുത് എന്ന കാര്യമാണ് പ്രധാനമായി ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതായത് ഈ അധ്യാപകർ തമ്മിലുള്ള കുടിപ്പകയിൽ മകളെ ഇരയാക്കുകയായിരുന്നു. അവളുടെ മാനഹാനി ഉണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് സമൂഹ മാധ്യമ ഗ്രൂപ്പുകളിലടക്കം നടന്നത്. അതുകൊണ്ടാണ് ആ സ്കൂളിൽ തുടർന്ന് പഠിക്കാൻ കഴിയാത്ത ഗതികേടിലേക്ക് ഈ വിദ്യാർത്ഥിനി എത്തിച്ചേർന്ന സാഹചര്യമുണ്ടായത്. മാത്രവുമല്ല, അവൾ സൈലന്റ് ഫിറ്റ്സ് എന്ന രോഗത്തിന് തുടർച്ചയായി ചികിത്സയിലായിരുന്നു. അതിനിടയിലാണ് മാനസികമായി തകർക്കുന്ന ഇങ്ങനെയൊരു നടപടി കൂടി ബോധപൂർവം, അതാണ് ഇതിലെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ബോധപൂർവമായിട്ടാണ് ഈ അധ്യാപികയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു പെരുമാറ്റം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ എടുത്തു പറയുന്നത്. അതിനു പുറമെയാണ് വിദ്യാർത്ഥി സംഘടനകൾ കൂടി വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് DGPക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതി കൈമാറിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ പോക്സോ കേസെടുത്ത അധ്യാപികയ്ക്കെതിരെ അന്വേഷണം നടത്തി തുടർ നടപടികൾ സ്വീകരിക്കണമെന്നാണ് വിദ്യാർത്ഥി സംഘടനകൾ മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തുനിന്നും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബം ഉള്ളത്. ഈ പുറത്ത് ഇറങ്ങി നടന്നാൽ ആളുകൾ തിരിച്ചറിയുമെന്ന ഒരു ഭയം മൂലം മുടിമുറിച്ച് നടക്കേണ്ട ഗതികേടിലാണ് എന്ന് ആ കുടുംബവും പെൺകുട്ടിയും പറയുമ്പോൾ എത്രമാത്രം ദാരുണമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ആ കുടുംബത്തിനും ഈ വിദ്യാർത്ഥിനിക്കും കടന്നു പോകേണ്ടി വന്നത് എന്നത് കൂടിയാണ് ഏറെ ഞെട്ടിപ്പിക്കുന്നത്. തീർച്ചയായും ഡാൻ കുര്യനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് ചെനാബ് മേൽപ്പാലം ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിക്കും. ജമ്മു കശ്മീരിലെ ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ ഭാഗമാണ് ഈ പാലം. കശ്മീർ താഴ്വരയെ ഇന്ത്യയിലെ റെയിൽവേ ശൃംഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന മേൽപ്പാലം കൂടിയാണ് ചെനാബ് മേൽപ്പാലം. ജമ്മു കാശ്മീരിലൂടെയും പാക് പഞ്ചാബിലൂടെയും ഒഴുകുന്ന ചെനാബ് നദിയിൽ നിന്നും 359 മീറ്റർ ഉയരം, ലോകാത്ഭുതമായ ഈഫിൽ ടവറിനേക്കാളും 35 മീറ്റർ അധിക ഉയരം. പാലത്തിന്റെ കമാനത്തിന് മാത്രം ഉയരം 467 മീറ്റർ. അങ്ങനെ തലയിടുപ്പോടെ നിൽക്കുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള രാജ്യത്തിന്റെ റെയിൽവേ ആർച്ച് ബ്രിഡ്ജ് മേൽപ്പാലം. 1.3 കിലോമീറ്ററാണ് പാലത്തിന്റെ നീളം. ഖത്രയും ബനിഹാലിനെയും ബന്ധിപ്പിക്കുന്ന 111 കിലോമീറ്റർ നീളത്തിലുള്ള തന്ത്രപ്രധാനമായ പാതയിലാണ് ഈ അത്ഭുത പാലമുള്ളത് എന്നതും പ്രത്യേകതയാണ്.
വെല്ലുവിളി നിറഞ്ഞ പദ്ധതികളിൽ ഒന്നായിരുന്നു ഉദ്ധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പ്രൊജക്ട്. ഇതിനു കീഴിലാണ് ചെനാബ് മേൽപ്പാലം നിർമ്മിച്ചിരിക്കുന്നത്. 120 വർഷം വരെ ആയുസ് കണക്കുകൂട്ടുന്ന കൂറ്റൻ പാലത്തിന്റെ നിർമ്മാണത്തിനായി 28,660 മെട്രിക് ടൺ ഉരുക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാലത്തിന്റെ കരുത്തു കൂട്ടുന്നതിന് ആർച്ചിലുള്ള ഉരുക്കുപെട്ടികളിൽ കോൺക്രീറ്റ് നിറച്ചിട്ടുണ്ട്. 2002 ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നതെങ്കിലും 1,250 കോടി രൂപ ചെലവിൽ 2017 നവംബറിലാണ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത്. 2021 ഏപ്രിലിൽ ചെനാബ് റെയിൽ പാലത്തിന്റെ ആർച്ചിന്റെ നിർമ്മാണം പൂർത്തിയായി. മുംബൈ ആസ്ഥാനമായുള്ള അഫ്കോൺസ് എന്ന കമ്പനിയാണ് പാലം നിർമ്മിച്ചത്. റിക്ടർ സ്കെയിലിൽ 8 വരെയുള്ള ഭൂകമ്പത്തെയും മണിക്കൂറിൽ 266 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കുന്ന കാറ്റിനെയും വരെ അതിജീവിക്കാനുള്ള കഴിവിനു പുറമെ ഭീകരാക്രമണ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും ചെനാബ് പാലത്തിന് സാധിക്കും. രാജ്യത്തിന് തന്നെ അഭിമാനമായ ചെനാബ് പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൂടി വികസിപ്പിക്കും. എളുപ്പത്തിൽ കശ്മീർ താഴ്വരയിലേക്ക് റെയിൽ മാർഗമെത്താൻ ചെനാബ് പാലം വഴി സഞ്ചാരികൾക്ക് സാധിക്കും. ഇതിലൂടെ ഓരോ വർഷവും ആയിരക്കണക്കിന് സഞ്ചാരികളെ ആകർഷിക്കാനാകും. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. സംരംഭകത്വം വർദ്ധിപ്പിക്കുക എന്നത് കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. യുവാക്കളെ തൊഴിൽ അന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളായി മാറ്റുന്നതിൽ ബഹുദൂരം മുന്നോട്ടു പോകാൻ രാജ്യത്തിന് കഴിഞ്ഞു. ഇന്ത്യ അമൃത് കാലിലേക്ക് എന്ന ആത്മവിശ്വാസം ജനങ്ങളിൽ വളർത്താനും പദ്ധതികൾ വഴിയൊരുക്കി. ഇന്ത്യ ജനസംഖ്യാപരമായ നേട്ടം ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുകയാണ്. ദ്രുതഗതിയിലുള്ള സാമൂഹിക, സാമ്പത്തിക, സാങ്കേതിക നവീകരണത്തിൻ്റെ പാതയിലാണ് നമ്മൾ. പുരോഗതിയുടെ ഒരു യുഗത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. കഴിഞ്ഞ 11 വർഷങ്ങളായി സർക്കാർ യുവാക്കളെ അവരുടെ ലക്ഷ്യത്തിലെത്താനുള്ള ശ്രമങ്ങളിൽ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതിൽ മാത്രമല്ല, സംരംഭകത്വം വളർത്തിയെടുക്കുന്നതിലും രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യുവാക്കളെ തൊഴിലന്വേഷകരിൽ നിന്ന് തൊഴിൽ ദാതാക്കളാക്കി മാറ്റുന്നു. 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പരിപാടിയിലൂടെ നിരവധി നികുതി ആനുകൂല്യങ്ങൾ നൽകി. 1.6 ലക്ഷത്തിലധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ 17.6 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചു. പ്രധാനമന്ത്രി കൗശൽ വികാസ് യോജന പ്രകാരം 1.6 കോടി ആളുകൾ പരിശീലനം നേടി. സമൂഹത്തിൻ്റെ മനോഭാവം മാറുകയും വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നവർക്ക് വിശാലമായ സ്വീകാര്യത ലഭിക്കുകയും ചെയ്തു. സംരംഭകർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് നൽകുന്നതിന് ലക്ഷ്യമിടുന്നതാണ് വിവിധ കേന്ദ്ര പദ്ധതികൾ. പ്രാരംഭ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇന്റർനാഷണൽ സമ്മിറ്റിൽ പ്രധാനമന്ത്രി മോദി ഒരു കാര്യം എടുത്തു പറഞ്ഞു: ജോലി കുഴപ്പമില്ല, പക്ഷേ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് ആയിക്കൂടാ? സ്റ്റാർട്ടപ്പുകളിൽ ഏർപ്പെടുന്ന യുവാക്കളെ കാണുമ്പോൾ ആളുകളുടെ ആദ്യ പ്രതികരണം ഇതാണ്: കൊള്ളാം, ഇത് നിങ്ങളുടെ സ്റ്റാർട്ടപ്പാണ്. ഈ മാറ്റമാണ് ഇന്ത്യയിൽ സാധ്യമായിരിക്കുന്നത് എന്ന് നരേന്ദ്രമോദി ചൂണ്ടിക്കാണിക്കുന്നു. യുവസംരംഭകർ അവസരം പ്രയോജനപ്പെടുത്താൻ ഉത്സാഹത്തോടെ മുന്നോട്ട് വരുന്നു. മുദ്രയുടെ കീഴിൽ അനുവദിച്ച 52 കോടി വായ്പകളിൽ പകുതിയിലധികം SC/ST OBC വിഭാഗങ്ങൾക്കാണ് ലഭിച്ചത്. വ്യക്തികളുടെ മാത്രമല്ല, പരമ്പരാഗതമായി അവഗണിക്കപ്പെട്ട സമൂഹങ്ങളുടെയും ശാക്തീകരണത്തിനുള്ള ഒരു മാർഗം കൂടിയായി ഇത് മാറി. യുവജനങ്ങളുടെ ഊർജ്ജത്തെ രാജ്യത്തിന്റെ ഊർജ്ജമാക്കി മാറ്റാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് രാജ്യത്തിന് പുതിയ ഉത്സാഹമാണ് നൽകുന്നത്. സംരംഭകർ ഇപ്പോൾ ഉയർന്ന സമ്മർദ്ദങ്ങളെ അഭിമുഖീകരിക്കാൻ സജ്ജരായി കഴിഞ്ഞു. ലക്ഷ്യം കൈവരിക്കാനുള്ള ദീർഘദർശനമുണ്ട്. ഹ്രസ്വകാല പ്രശ്നങ്ങളിലോ തിരിച്ചടികളിലോ തളരുന്നില്ല. വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ ട്രസ്റ്റ് ഈ വർഷത്തെ സംസ്ഥാന പരിസ്ഥിതി പുരസ്കാരം പ്രഖ്യാപിച്ചു. ചെയർമാൻ ഡോക്ടർ സൈജു ഖാലിദ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ പത്മശ്രീ IM വിജയൻ വിജയികളെ പ്രഖ്യാപിച്ചു. ദൃശ്യമാധ്യമ രംഗത്ത് നിന്നും ന്യൂസ് 18 പ്രിൻസിപ്പൽ ക്യാമറാമാൻ TS ഹരികൃഷ്ണൻ, പൊതുവിഭാഗത്തിൽ നിന്ന് പട്ടാമ്പി സ്വദേശി മുരളീധരൻ വേലേരി മഠം, സ്ഥാപന വിഭാഗത്തിൽ നിന്ന് കായംകുളം MSM കോളേജ് എന്നിവർ അവാർഡിന് അർഹരായി. ഷാജഹാൻ രാജധാനി, സക്കീർ റജി ജോമി, മുഹമ്മദ് ഷാഫി, ഡോക്ടർ AP മുഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഫ്രാൻസിനെ തകർത്ത് സ്പെയിൻ യുവേഫ നേഷൻസ് ലീഗ് ഫൈനലിൽ 4-നെതിരെ 5 ഗോളുകൾക്കായിരുന്നു സ്പെയിനിന്റെ ജയം. 2 ഗോളുകൾ നേടുകയും 1 ഗോളിന് വഴിയൊരുക്കുകയും ചെയ്ത ലാമിൻ യമാലാണ് സ്പെയിനിന്റെ വിജയത്തിന് അടിത്തറയിട്ടത്. ഫൈനലിൽ പോർച്ചുഗലാണ് സ്പെയിനിന്റെ എതിരാളികൾ. സ്പെയിനിന്റെ തുടർച്ചയായ 3ാം നേഷൻസ് ലീഗ് ഫൈനലാണിത്. നമ്മുടെ ഫേവറേറ്റ് സെഗ്മെന്റിലേക്കാണ് കടക്കുന്നത്, സ്പെഷ്യൽ ഡേ സെഗ്മെന്റിലേക്ക്. നെയ്യാറ്റിൻകര കാരക്കോണം സ്വദേശി സുരേഷിന് ഇന്ന് 46ാം ജന്മദിനമാണ്. ജന്മദിനാശംസകൾ നേരുന്നത് ഭാര്യ ഷീന, മക്കൾ അബി, അനു,
കൂട്ടുകാരായ വിജയരാജ്, ഷിബു എന്നിവരാണ്. അപ്പോൾ സുരേഷിന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. എ വെരി ഹാപ്പി ബർത്ത്ഡേ. രാവിലെയുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇനി കുറ്റകൃത്യങ്ങളുടെ ലോകത്തെ വാർത്തകളുമായി ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.